ഭഗവാനാണ് ഭാഗവത്തില്. ഭഗവാൻ എന്നാണ് നാരായണ ഭഗവത് ശബ്ദത്തില് ശരിക്കും നാരായണനെ കുറിച്ചുള്ള നാരായണീയം. അങ്ങനെ വളരെ സാമ്യമാണ് ഭാഗവത്തിനോട്. എന്നാൽ ഭാഗവതത്തിന് പകരം നാരായണീയം അല്ലെങ്കിൽ നാരായണത്തിന് പകരം ഭാഗവതം അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഭാഗവത്തിനെ മുഴുവനും ആ പട്ടേരിപ്പാടിനെ കൊണ്ട് ഗുരുവായൂരപ്പൻ എഴുതിച്ചിട്ടുള്ളതാണ് നാരായണി. അതായത് മുമ്പില് വേറെ ഭഗവാനും ഞാനും തമ്മിൽ സംസാരിക്കുക. അപ്പൊ ഞാൻ ചെല്ലുമ്പോ പട്ടേരിപ്പാടിന്റെ രോഗം മാറ്റാനല്ലോ, അത് ഓരോ ദശകത്തിന്റെ അവസാനം അദ്ദേഹം രോഗം മാറ്റാൻ പറയും. ആദ്യത്തെ 1-2 ദശകത്തിൽ കാണില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ രോഗത്തിനെ കുറിച്ച് പറയാ. അപ്പൊ ഈ അവസാന ശ്ലോകത്തിൽ എപ്പോഴും ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി നമ്മളും പോയി ഇരുന്ന് പറയണ പോലെയാ. ഇദ്ദേഹത്തിനോട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ നാരായണത്തിൽ കൂടെ നമുക്ക് ഗുരുവായൂരപ്പനോട് സംസാരിക്കാം. നാരായണിയും കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ മുമ്പിൽ ആദ്യം ഗുരുവായൂരപ്പൻ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് പറയാണ്. ഇപ്പൊ ആദ്യത്തെ ശ്ലോകം തന്നെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞു വെച്ചാലും ഒന്നും കൂടി അതൊന്ന് ഓടിച്ചു പറയാം. ആദ്യത്തെ 5 ശ്ലോകം, അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂറ്റി കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഒരു പവനപുരേ ഹന്തഭാഗ്യം ജനാന. നമ്മൾ ഈ ബ്രഹ്മതത്വം എന്നാണ് ഗുരുവായൂരപ്പനെ ഇവിടെ വിളിച്ചിട്ടുള്ളത്. അത് ഭട്ടതിരിപ്പാടാണ് ബ്രഹ്മതത്വം എന്ന് ഗുരുവായൂരപ്പനെ നേരിട്ട് വിളിച്ചത്. ആ ബ്രഹ്മതത്വം എന്താ വെച്ചാൽ സാന്ദ്രാനന്ദ ആനന്ദ സ്വരൂപനാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ശക്തിയെ കുറിച്ച്, അതാണ് ഭഗവാൻ. ഈ ഗുരുവായൂര ഉള്ളിലിരിക്കുന്ന ആ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തു ഇപ്പൊ അവിടെ ഉത്സവത്തിന്റെ കാലം ബ്രഹ്മകലശമൊക്കെ ആടി ഗുരുവായൂരപ്പന് അത്രയും എന്താ പറയുക ആനന്ദ സ്വരൂപനായിട്ട് ഇരിക്കുക. അതേ ഒരു വ്യത്യാസമില്ലാണ്ട് നമ്മുടെ ഹൃദയത്തിലും ഉണ്ട് ഈ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെയാണ് നമുക്ക് ഏറ്റവും പരിചയപ്പെടുത്തി തരുന്നത്. ഗുരുവായൂരിൽ പോയി നമുക്ക് കാണാവുന്ന ഗുരുവായൂരപ്പനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല, എപ്പോഴും പോകാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഗുരുവായൂരപ്പൻ എന്താണത്, അതല്ലെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ എന്താണ് അതിന് സ്വരൂപം? സാന്ദ്രാനന്ദം, ഏറ്റവും ആനന്ദം നിറഞ്ഞതും അവബോധാത്മകം, നമുക്ക് അനുഭവിക്കാവുന്നത്, അനുപമിതം, ഇന്നതുപോലെ എന്ന് പറയാൻ പറ്റാത്തത്, കാലദേശാവധിഭ്യാം നിർമുക്തം, ഒരു വിഷമവുമില്ല, കാലത്തിനും ദേശത്തിനും ഒക്കെ അപ്പുറമുള്ളതാണ്. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം, എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന, സ്വതന്ത്രനായിട്ടിരിക്കണം, അങ്ങനെ ഒരു ഗുരുവായൂരപ്പൻ. വീണ്ടും ആ ഭഗവാന്റെ സ്വരൂപത്തിനെ കുറിച്ചാ പറയണത്. അപ്പൊ ആ ഗുരുവായൂരപ്പൻ നിഗമശതസഹസ്രേണ നിർഭാസ്യമാണ്. ഈ ഗുരുവായൂരപ്പൻ എന്നുള്ളത് ബ്രഹ്മമാണ്. എന്നാൽ ഈ ബ്രഹ്മം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതെന്തോ വലിയ സാധനമാണ് അല്ലെ, ബ്രഹ്മതത്വം എന്നൊക്കെ പറയണത്. ആ ബ്രഹ്മതത്വം എന്നുള്ളത് ഒരു ഉണ്ണിയുടെ രൂപം എടുത്ത് മുമ്പിൽ വന്നിരിക്കുക. അപ്പൊ അതെങ്ങനെയാണ്? നിഗമശതസഹസ്രേണ, ധാരാളം വേദങ്ങളിലും എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് പ്രകാശിക്കുന്നത് നിർഭാസ്യമാനം. ആ വേദങ്ങളിലൊക്കെ എന്തിനെ കുറിച്ചിട്ടാണോ പറഞ്ഞിട്ടുള്ളത് അത് അസ്പഷ്ടമാണ്, നമുക്കത് മനസ്സിലാവുന്നില്ല, ഇത് എന്താണെന്ന് അറിയില്ല. പക്ഷെ ദൃഷ്ട മാത്രേ, നമ്മളത് ഉടനെ അത് മനസ്സിലാക്കിയ ഉടനെ, അല്ലെങ്കിൽ അത് കണ്ട ഉടനെ, അതാണ് ഗുരുവായൂര നടക്കെ ചെന്ന ഉടനെ നമുക്ക് വരുന്ന ആനന്ദം. അതുകൊണ്ടാണ് ആ ഒരു ആനന്ദം നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ഭഗവാനെ കാണാൻ സാധിച്ചാൽ അതിനെ നമ്മൾ ഇൻവോക്ക് ചെയ്ത് അപ്പൊ മുമ്പിൽ വന്നിരിക്കണു എന്ന് ഉറപ്പിക്കുക. ഗുരുവായൂരപ്പ മുമ്പിൽ വന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു രൂപം ആ ഗുരുവായൂരപ്പന് കൊടുത്തു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ആ ഉണ്ണിയോട് ഞാൻ പറയാം, അതാണ് ദൃഷ്ടമാത്രം, ഞാൻ കണ്ട ഉടനെ തന്നെ എന്താ ഉണ്ടാവണേ? ഒരു പുരുഷാർത്ഥാത്മകം, ഏറ്റവും വലിയ പുരുഷാർത്ഥം കിട്ടിയ ആ സാധനമാണ് ബ്രഹ്മതത്വം. ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വരുന്ന ആ ഒരു അനുഭവം, അതാണ് ബ്രഹ്മതത്വം. തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ, ആ ഗുരുവായൂര ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തു തന്നെയാണ് നമ്മുടെ സാക്ഷാൽ ഗുരുഭവനപുരം. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഗുരുവായൂരല്ല ഇവിടെ സാക്ഷാൽ എന്ന് പറയുന്നത്. സാക്ഷാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിരിക്കണ, ഹൃദയത്തിന്റെ ഉള്ളിരിക്കണ ആ ഗുരുഭവനപുരാധീശ, ഗുരുഭവനപുരപതേ ഹന്തഭാഗ്യം ജനാന, നമ്മളെ പോലുള്ള ഭാഗ്യവാന്മാർക്ക് ഏറ്റവും ഇതായത് നാരായണീയം കയ്യിലെടുത്തവർക്ക്, ഈ ഭട്ടതിരിപ്പാടിനെ വിളിച്ച് ശരിക്കും പറഞ്ഞിട്ട് നാരായണീയം എഴുതിയിട്ടുള്ളത് തന്നെയാണ് മഹാത്മ്യം. അതായത് വ്യാസഭഗവാനെ നാരായണൻ വിളിച്ച് പറഞ്ഞ് നിർബന്ധിച്ച് എഴുതിച്ചിട്ടുള്ളതാ. അപ്പൊ അത് നാരായണൻ നമുക്കൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ ഒക്കെ ഭാഗ്യവാന്മാരാണ്. ഹന്തഭാഗ്യം ജനാനം. ഇത് ചെല്ലണം എന്തു?
ഹരിശ്വരന്റെ അമ്മ, നമുക്ക് ആറാമത്തെ തൊട്ടിട്ട് ചൊല്ലാം. ചൊല്ലാം അല്ലെ? ആ, അപ്പൊ ഇതൊക്കെ നമ്മൾ ചെല്ലിയതാണല്ലോ. അതെ അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചെല്ലിയിട്ട് അങ്ങനെ പോവാല്ലേ, എന്നിട്ട് അതെ. അടുത്തേക്ക് പോവാം. ആ, അതെ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി വദജന ക്ഷുദ്രത ഏവ സ്ഫുട അയം സ്ഫുടേയം ഏതേ താവത് വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ. അപ്പൊ ഈ ഗുരുവായൂരപ്പ ഏവ ആശ്രയം, നിന്നെ തന്നെ ആശ്രയിക്കണം. ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് ഇനി പറയണത് ഏവം ദുർലഭ്യ വസ്തു. ഇപ്പൊ പറഞ്ഞു ആ ബ്രഹ്മതത്വം ആ ദുർലഭമാണ്. ആ വസ്തു പക്ഷേ സുലഭതയാ വളരെ സുലഭമായിട്ട് നമ്മുടെ കൈഹസ്തലത്തെ കൈ കിട്ടിയതാണ്. കാരണം ഈ നടക്കി ഞാൻ എപ്പോഴും പറഞ്ഞ അവിടെ പോയി നിന്ന് നമുക്ക് ഗുരുവായൂരിൽ പോയി നിന്ന് കാണാൻ നമുക്ക് സാധിക്കില്ല അല്ലെ? നമുക്ക് അവിടേക്ക് എന്തൊരു ബുദ്ധിമുട്ടാ ഓരോ പ്രാവശ്യം. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ ഏറ്റവും നല്ല വഴിയാ നാരായണത്തിൽ കൂടെ. ഈ നാരായണത്തിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഗുരുവായൂരപ്പനോട് പറയാ, ഗുരുവായൂരപ്പ എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ വസ്തുവിനെ കിട്ടാൻ, പക്ഷെ എന്റെ കയ്യിൽ ഇപ്പതാ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ണി ചിരിച്ചും കൊണ്ട് ശരി തന്നെയാ, ഞാൻ തന്നെയാണ് നിന്റെ ഉള്ളിലിരിക്കണേ എന്നുള്ള മട്ടില ഭഗവാൻ ചിരിച്ചും കൊണ്ടിരിക്കും. നമ്മൾ അതൊക്കെ ഒന്ന് ഭാവന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ആനന്ദമാണത് അല്ലെ? അപ്പൊ ഒരു കിട്ടാത്ത വസ്തുവിനെ കൈ കിട്ടിയേക്കാ, സുലഭമായിട്ട് നിന്റെ കൈ കിട്ടി. ഇനി എന്തിനാ ഞാൻ എന്റെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ പല സ്ഥലത്തേക്കും സഞ്ചരിക്കണേ? ഒരു സ്ഥലത്തേക്കും പോകണ്ട, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ മതി. വേറെ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. അതാണ് തന്നുവാ വാചാ ദിയാവാ ഭജതി പദ. കഷ്ടം ജന ക്ഷുദ്രതയാണത്. ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് നമ്മൾ മറ്റേതിനെയൊക്കെ ആശ്രയിക്കണത്. അതുകൊണ്ട് താവത് ഭയം. നമ്മളിപ്പോ എങ്ങനെയാ സ്ഥിരത ഉറപ്പിക്കുക? ഗുരുവായൂരപ്പനോട് പറയാ, ഞാൻ ഉറച്ചു നിന്നെ ആശ്രയിക്കാൻ വന്നിരിക്കുക. ഉറപ്പിച്ചും കൊണ്ട് സ്ഥിരതര മനസ്സാ, ഉറച്ച മനസ്സുകൊണ്ട്, ഉറച്ച മനസ്സോട് കൂടിയിട്ട് സ്ഥിരതര മനസ്സ് വിശ്വപീഡാപകത്തി. എന്തിനാ? വിശ്വത്തിന്റെ മുഴുവൻ പീഡ. അപ്പൊ നമ്മുടെ ഹൃദയം, നമ്മുടെ പീഡകളാണ് ശരിക്കും നമുക്ക് ആഗ്രഹം നമുക്ക് മാറാൻ. പക്ഷെ അതിന്റെ കൂടെ ഒരു ചേർത്ത് വച്ചിരിക്കുക, ലോകത്തിന് മുഴുവനും ആനന്ദം കിട്ടുന്ന വിശ്വപീഡാപഹത്യൈ. ലോകത്തിനുള്ള എല്ലാ ദുഃഖങ്ങളും മാറ്റാൻ വേണ്ടി, എല്ലാവരുടെ ദുഃഖം മാറ്റുക. അതാണ് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കാനുള്ള വഴിയും കൂടിയാ നാരായണീയം, എനിക്ക് മാത്രല്ല. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നാരായണീയം വായിക്കും തോറും. അന്ന് വിശ്വപീഡാപഹത്യൈ, എല്ലാം ഇല്ലാണ്ടാക്കാൻ നിശേഷാത്മാനമേനം, എന്റെ ഹൃദയത്തിലിരിക്കണ ആത്മാവ് തന്നെയായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമാണ്. അപ്പൊ നമ്മുടെ മറ്റ് പലതിനെയും ആശ്രയിക്കാതെ ആ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കണ ആ വസ്തുവിനെ ഒരു രൂപം കൊടുത്ത് നമ്മൾ അതിനെ തന്നെ ഞാൻ സ്ഥിരം ആശ്രയിക്കേണ്ട, ഹൃദയത്തിലേക്ക് തന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഏവം ദുർലഭ്യ വസ്തുനപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയാമ. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന. അപരികലനതകാൻ പദം മുറിക്കുമ്പോ വരും അവിടെ. അപ്പൊ പരാഭ്യാം അപരികലനതോ നമ്മൾ ഒന്നിച്ച് പറയാണ്. പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈഹി ഭൂതേന്ദ്രിയൈഹി തേ. ഭൂതൈ ഭൂതേന്ദ്രിയൈസ്തേ ബഭുഃ ഇതി ബഭുരിതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം. തൽസ്വച്ഛത്വാത് യദച്ഛാദിത തൽസ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. തൽസ്വച്ഛത്വാത്യജച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ. ഇവിടെ പറയും ധന്യാരമന്ദേ. ഈ ഒരു ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ, അല്ലെങ്കിൽ ആ ബ്രഹ്മതത്വത്തിനെ, ആ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള എന്റെ ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ആ വസ്തുവിനെ ആശ്രയിക്കാൻ
ആർക്കാ സാധിക്കുക? ധന്യമാർക്ക് മാത്രമേ രമന്തേ. സത്വം യത്തൽപരാഭ്യാം അവര് സത്വഗുണം മാത്രമുള്ളത്. നമ്മൾ 3 ഗുണങ്ങളുണ്ട്, സത്വം രജസ് തമസ്. ഈ നമ്മളെയൊക്കെ ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിക്കണേ. ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പന് ഒരു രൂപം കൊടുത്തു നിൽക്കുക ഭഗവാനും. ആ ഭഗവാന് മറ്റുള്ള 2 ഗുണങ്ങളോടും ചേർപ്പില്ല. എന്തെങ്കിലും ഒരു ഗുണം ഇല്ലെങ്കിൽ രൂപം ഉണ്ടാവില്ല. അപ്പൊ അത് ഈ ഭഗവാന്റെ രൂപത്തിന് സത്വഗുണം മാത്രമേ ഉള്ളൂ, മറ്റു 2 ഗുണങ്ങളോട് ചേർച്ചയില്ല. അതാണ് പരാഭ്യാം അപരികലനതോ. അതുകൊണ്ട് നിർമ്മലമാണ്, ഏറ്റവും പരിശുദ്ധമാണ്. തേനതാവൽ, അങ്ങനെയാണ് ഭൂതൈ ഉണ്ടായത്. അങ്ങനെ സത്വഗുണത്തിൽ നിന്ന് ഉണ്ടായതാണ്. മാത്രം ഭൂതേന്ദ്രിയൈ, ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളൊക്കെ കണ്ണും മൂക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് സത്വഗുണം മാത്രമല്ല, പിന്നെ അതിനോട് മറ്റുള്ള ഗുണങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കത് കാണുമ്പോ, ആ ഭഗവാനെ കാണുമ്പോ അതിന് എന്തിനോടും ബന്ധമില്ലാത്തൊരു വസ്തു, അല്ലെ? ഒന്നിനോടും ബന്ധമില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വസ്തു. ആ ഭൂതേന്ദ്രിയെ തേ ബബു, അങ്ങനെയുള്ള അവിടുത്തെ ബബുസ് ശരീരം ബഹുശ ശ്രൂയത. വ്യാസം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മളെ ശരീരമായിട്ട് കമ്പയർ ചെയ്യരുത്. ഈ ഒരു ശരീരത്തിനെ നമ്മളിപ്പോ ഗുരുവായൂരപ്പനെ മുമ്പിൽ സങ്കല്പിച്ചു വെച്ചു, അത് നമ്മുടെ ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമുക്ക് തോന്നും ആ കണ്ണ് നോക്കാൻ അതേപോലെ തന്നെയാണല്ലോ എന്ന്. പക്ഷെ അത് വെറും സത്വഗുണം തന്നെ തികഞ്ഞതാണ്. അപ്പൊ അത് വ്യാസഭഗവാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ഥൽ സ്വച്ഛത്വാദ്, ആ സ്വച്ഛത, ആ പരിശുദ്ധി കൊണ്ട് യഥച്ഛാദിത, മറവില്ലാത്തത് ശരിക്കും ആ സ്വച്ഛത കൊണ്ട്, പരിശുദ്ധി കൊണ്ട് യഥച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. അപ്പൊ ആ ഭഗവാൻ ആ ബ്രഹ്മതത്വത്തിന് വീണ്ടും വീണ്ടും ഓരോ പേര് കൊടുക്കുകയാണ്. പരസുഖജിത് ഗർഭനിർഭാസരൂപം, പരമാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഗർഭത്തിലിരിക്കുന്ന വസ്തു, അല്ലെങ്കിൽ ഗർഭഗൃഹത്തിൽ അല്ലെങ്കിൽ ശ്രീകോവിലിരിക്കുന്ന ആ വസ്തു, ധന്യാരമന്ദ, അല്ലെങ്കിൽ ഹൃദയത്തിലിരിക്കുന്ന വസ്തുവിനെ ആരാ ധന്യാരമന്ദ, ധന്യർക്ക് മാത്രമേ രമിക്കാൻ പറ്റുള്ളൂ. ശ്രുതി മതി മധുര, കേൾക്കാനും മധുരം, കാണാനും മധുരം. അങ്ങനെയുള്ള വിഗ്രഹേ സുഗ്രഹേ, വിഗ്രഹം വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. സുഗ്രഹമാണ് ഈ ഭഗവാന്റെ സുന്ദര രൂപം. നമുക്ക് ഉറപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഭഗവാന്റെ ഈ രൂപം. അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഞാൻ തന്നെ സങ്കല്പിക്കണ ആ ഭഗവാനെ. അപ്പൊ ഇതൊക്കെ ഇതിനെല്ലാത്തിനും അപ്പുറം നിൽക്കുന്നതാണ് ശരിക്കും ഗുരു. നമുക്ക് വാക്കിനും ഇതിനൊക്കെ മേലെ നിൽക്കുന്ന ആളാ ഭഗവാൻ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരം അനുഭവങ്ങളാ ഭഗവാൻ നാരായണത്തിൽ കൂടെ ഉണ്ടാവുക. അതാണ് മഹത്വം ഇതിന്റെ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേന്ദ്രിയൈസ്തേ ബപുരിതി ബഹുശ്രൂയത്തെ വ്യാസവാക്യം തൽസ്വച്ഛത്വാദ്യദച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വം ആഹു തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജഃ ത്വൽകലാസു ഏവ വജസ്ത്വൽകലാസ്വേവ ഭൂമൻ നിഷ്കമ്പ്. ഒരനക്കല്ല ഈ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ആ ബ്രഹ്മതത്വം അല്ലെങ്കിൽ ആ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്, ശരിക്കും ആ ബ്രഹ്മത്തിന് ഒരനക്കല്ലാത്ത ആളാ. നിഷ്കമ്പമാണ്, നിത്യപൂർണ്ണം, അറിഞ്ഞിരിക്കണതാണ്, ലോകം മുഴുവൻ അറിഞ്ഞിരിക്കണം. നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, ഏറ്റവും പരമാനന്ദ അമൃതത്തില് കുടിച്ച് അല്ലെങ്കിൽ അമൃതം നിറഞ്ഞത് പരമാനന്ദ പീയൂഷ രൂപേ നിർലീന അനേക മുക്താവലി, ധാരാളം മുക്തുകളും എല്ലാം നിറഞ്ഞത്, എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു, ആ ബ്രഹ്മക്കടല്. ഇതെല്ലാം നിറഞ്ഞൊരു ബ്രഹ്മം എന്ന് പറഞ്ഞ ആ ഒരു വസ്തുവിന് നമ്മൾ രൂപം കൊടുക്കുക. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മൾ രൂപം കൊടുക്കുമ്പോ ആ ബ്രഹ്മം അതെങ്ങനെയാ ഉണ്ടായി? അല്ലെങ്കിൽ ആ ഒരു കടലിലെ കല്ലോലുല്ലാസതുല്യം, ഒരു തിരമാല പോലെ. അപ്പൊ കടലിന് ഇളക്കില്ല, തിരമാല കാണുമ്പോ അതിന് ഇളക്കം വന്നു, അല്ലെ? മേൽഭാഗം മാത്രമേ ഉള്ളൂ ഈ ഇളക്കം, അടിയിൽ കടൽ അനങ്ങാണ്ടിരിക്കുക. ആ കടലിന്റെ ഒരു ഇപ്പൊ നമ്മളൊക്കെ തന്നെയായാലും ഏതോ സമയത്ത് നമ്മളെല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം, പലപ്പോഴും ഏതോ ജന്മത്തിൽ എപ്പോഴെങ്കിലും. അപ്പൊ ആ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടി ഒരു കുറെ വെള്ളം ഇങ്ങനെ മേലേക്ക് വന്നു, നമ്മളെല്ലാം ഒന്നിച്ചാക്കി. ഇപ്പൊ ഇനി ഈ വെള്ളം എല്ലാം കൂടി എവിടേക്കോ, പല ആൾക്കാരെ ഇപ്പൊ കാണാനില്ല, എവിടേക്കോ പോയി. നമ്മൾ കണ്ടുമുട്ടി ജീവിതത്തിൽ തന്നെ കണ്ടുമുട്ടി എത്രയോ ആൾക്കാർ സത്സംഗത്തിന് വന്നവരത് ഇപ്പൊ കാണാനില്ല.
അപ്പൊ അവരൊക്കെ ആ കടലിലെ തിരമാല പോലെ വന്നു ഇല്ലാണ്ട്. ഇതെങ്ങനെയാ ഈ തിരമാല? ഈ ഭഗവാൻ ആ ബ്രഹ്മക്കടലിലെ ഒരു തിരമാല. അത് ആ കല്ലോല ഉല്ലാസതുല്യം ഖലു വിമലതരം, ഏറ്റവും വിമലമാണ്. അതുകൊണ്ട് സത്വം ആഹു, അതിനെ സത്വം എന്നാണ്, സത്വഗുണം എന്ന് പറയും. ഈ ഭഗവാന്റെ ഈ രൂപത്തിനെ സത്വഗുണം എന്നേ പറയാൻ പറ്റുള്ളൂ. സത്വമാഹു തദാത്മാ കസ്മാൻ ന നിഷ്കളഹത്വം. അവിടുന്ന് നിഷ്കളന ശരിക്കും, പക്ഷെ നിഷ്കളനാവണില്ല. കാരണം ശരിക്കും നിഷ്കളം ചെയ്യാൻ ഒരു രൂപവും ഇല്ല, ഒരു ഗുണവും ഇല്ല. അങ്ങനത്തെ വസ്തുവിനാ നിഷ്കളൻ എന്ന് പറയാം. അപ്പൊ ഇദ്ദേഹം ശരിക്കും നിഷ്കളന, പക്ഷെ ഇപ്പൊ നിഷ്കളന അല്ല. കാരണം എന്താ? ത്വം സകള ഇതി സകളനം നിഷ്കളൻ, ഈ ഒരു വാർത്തകള നിഷ്കളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തന്നർത്ഥം, രൂപം ഗുണവും ഇല്ലാത്ത വസ്തു. പക്ഷേ അങ്ങനെയുള്ള നിഷ്കളൻ ഇപ്പൊ നിഷ്കളനല്ല, സകളനാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഭഗവാന്റെ കലകൾ, അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഭഗവാൻ എല്ലാ രൂപമുണ്ട്, എല്ലാ ഗുണവും ഉണ്ടൊക്കെ, ചിരിക്കണു ഇതാക്കണു തോന്നും നമുക്ക്. അപ്പൊ അത് ശരിക്കും നിഷ്കളനല്ല, സകളം തന്നെയാ. കാരണം എന്റെ ഭാവം തന്നെയാണ് ഈ ഭഗവാന് വരുന്നത്. എന്താണോ ഞാൻ ഭാവിക്കുന്നത് അതാണ് ഭഗവാന്റെ രൂപം മുഴുവനും. അപ്പൊ അതുകൊണ്ട് അത് നിഷ്കളനല്ല. നിഷ്കളനായിട്ടുള്ള ഭഗവാൻ എനിക്ക് ശ്രമിക്കാൻ പറ്റില്ല, എനിക്ക് ആശ്രയിക്കാൻ സാധിക്കില്ല. സക്കളനായിട്ടുള്ള ഭഗവാനാണ് എനിക്ക് ആശ്രയിക്കാൻ സാധിക്കുക. കാരണം അതിനൊരു അനക്കുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ചേർന്ന ഭഗവാൻ. അതുകൊണ്ട് സക്കളനാണ് ഗുരുവായൂരപ്പ. ഭൂമൻ എന്നാ അവിടെ വിളിക്കണത്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷ രൂപേ നിർലീലാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാകുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജസ്ത്വകലാസ്വേവ ഭൂമൻ നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യക്രിയാം ഈക്ഷണാഖ്യാം തേന ഏവ ഉദേതി തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാദികാലെ തസ്യ സംശുദ്ധം അംശം തമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം നിർവ്യാപാരം. ഒരു വ്യാപാരം ഇല്ലാത്തതാണ് ഭഗവാൻ ഈശ്വരൻ. അതായത് എന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ നിർവ്യാപാരണം, നിഷ്കാരണം, ഒരു കാരണവും ഇല്ല. പക്ഷെ അജൻ ജനമരണം ഇല്ലാത്ത വസ്തു. അതാണ് അദ്ദേഹം ഗുരുവായൂരപ്പൻ, അല്ലെ? അല്ലെങ്കിൽ ആ ഈശ്വര തത്വം അജനാണത്. ഭജസേ ക്രിയാം ഈക്ഷണാഖ്യം. ക്രിയ എന്ന് പറഞ്ഞ ഒറ്റ ക്രിയ, ഒറ്റ നോട്ടം കൊണ്ട്, അതായത് ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ടാണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടായിട്ടുള്ള ക്രിയ ഈക്ഷണ എന്നുള്ള ഒറ്റ കൊണ്ട് ഉദയതി ലീനാ പ്രകൃതി, ആ പ്രകൃതി മുഴുവൻ ലയിച്ചിരിക്കുക ഭഗവാനിലേക്ക്. അസതി കൽപ്പാവി, ഈ കൽപ്പാന്ത കാലത്തിലെ കൽപ്പാതി കാലത്തില്, അതായത് ഒരു കൽപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇല്ലാത്ത വസ്തു, അതായത് അവിടെ ഇരിക്കുക, ഇതിന്റെ ഉള്ള എല്ലാം നിറഞ്ഞിരിക്കുക, ഭഗവാന്റെ ഉള്ള എല്ലാം ലയിച്ചിരിക്കുക. ആ സമയത്ത് കൽപ്പാന്ത കാലത്തിലെ ഭഗവാൻ തന്നെ ഈ സൃഷ്ടിക്കുക. എങ്ങനെയാ സൃഷ്ടിക്കണത്? ഈ വസ്തുക്കൾ, ഇല്ലാത്ത വസ്തുവിനെ, അതായത് ഇല്ലാത്തതല്ല, ഭഗവാൻ ലയിച്ചിരിക്കണതാണ്. അതിലേക്ക് ഒരു ഒരു ദൃഷ്ടി കാണിച്ച ഉടനെ ഇതൊക്കെ ഉണ്ടായി. ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായി ശരിക്കും. അതായത് പ്രകൃതി ഉണ്ടായത് ഭഗവാന്റെ ഒരൊറ്റ സങ്കല്പത്തിൽ, ഒരൊറ്റ ഈക്ഷണം എന്നുള്ള ക്രിയ കൊണ്ടാണ് ഈ എല്ലാം ഉണ്ടായത് കൽപ്പാതി കാലത്തില്. അതാ പറയണ. അതുകൊണ്ട് തസ്യാ സംശുദ്ധം, അതിന് ഏറ്റവും പരിശുദ്ധമാണ് ഈ ഭഗവാൻ എന്നുള്ള ആ അംശം. അദ്ദേഹത്തിന്റെ സംശുദ്ധം കൊണ്ടാണ് ശരിക്കും ലോകം മുഴുവനും ഭഗവാനേ ഉള്ളൂ. ഇവിടെ ഭഗവാൻ അല്ലാണ്ട് ഒരു വസ്തു ഇല്ല. അങ്ങനെ ഉറപ്പിച്ചു നോക്കൂ. ഞാൻ ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ, ഈ ലോകത്തിൽ മുഴുവൻ ഈശ്വരനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് സംശുദ്ധമാണ്. തം അതിരോധായകം, മറ്റുള്ളവരൊന്നും ചേർന്ന ആ സത്വരൂപമാണ് അദ്ദേഹത്തിന്റെ ശരിക്കും. അതായത് ഒന്നിനോട് മറ്റ് പ്രകൃതിയോടും ശരിക്കും ഭഗവാൻ തന്നെ നിറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഇതിനോട് ഭഗവാൻ ഒരു ബന്ധവുമില്ല. അതിരോധായകം സത്വരൂപമാണ് അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് ധൃത്വാ ദധാസി, അങ്ങനെയാണ് സ്വമഹിമ വിഭവ, തന്റെ വൈഭവം കൊണ്ട്, തന്റെ മഹിമ കൊണ്ട് ഈ വൈകുണ്ഠമൂർത്തിയായിട്ട് രൂപമെടുത്തു അദ്ദേഹം. വൈകുണ്ഠ രൂപമാണ്. അതാണ് വൈകുണ്ഠനാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ അടുത്ത ദശകത്തിൽ പറയും. ഇപ്പൊ ഇങ്ങനെ ഈ ഗുരുവായൂരപ്പനെ ഒരു ഇൻട്രഡക്ഷൻ, ഇതാണ് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപം.
അതിന് ഞാനൊരു രൂപം കൊടുത്തു വൈകുണ്ഠ സ്വരൂപനായിട്ട്. ആ വൈകുണ്ഠ സ്വരൂപൻ ഉണ്ടായത് സത്വഗുണത്തിൽ നിന്ന്. അത് അതിന് ഒരു ചിന്തയില്ല, ഒരു വിചാരവും ഇല്ല, ഒരു പ്രവൃത്തിയില്ല. പക്ഷേ ആ വൈകുണ്ഠമൂർത്തിയാണ് കൽപ്പാന്തകാലത്തില് ഈ പ്രകൃതി മുഴുവനും അവരവരുടെ സ്വന്തം ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുത്തത്. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യക്രിയാമീക്ഷണാഖ്യാം തേനേവോദേതി ലീലാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാതി കാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാ കുണ്ഠവൈകുണ്ഠരൂപം തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഷം അതാണ് ഇവിടെ ഒന്നിച്ച് പറയാണ് എപ്പോഴും നല്ലത്. ലക്ഷ്മീ നിശങ്കലീലാനിലയനം വേണമെങ്കിൽ അവിടെ നിർത്താം. പക്ഷെ ഒന്നിച്ച് ചെല്ലുമ്പോഴാണ് എപ്പോഴും ഒരു സുഖം കിട്ടുള്ളൂ. അത് നിർത്തണമെങ്കിൽ നിലയനം അമൃതസ്യന്ത സന്തോഷമന്ത ഉണ്ടോ. ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോ ഈ പദം മുറിച്ച് ചെല്ലുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ആ ഒരു ഭാവം നമുക്ക് വരില്ല. ശ്ലോകം ചെല്ലുമ്പോ നമുക്ക് ആദ്യമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നിശങ്കലീലാ നിലയനം അമൃതസ്യന്ത സന്തോഷം അന്ത അന്തസ്ഥിഞ്ച സഞ്ചിന്തകാനാം ബബുരനുകലയെ മാരുതാകാരനാഥ. ഇവിടെ ഒന്നിച്ച് പറയുമ്പോ ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്ത സന്തോഷമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം ബപുരനുകലയെ മാരുതാകാരനാഥ. ഗുരുവായൂരപ്പന് പേര് മാരുതാകാരനാഥ. ഗുരുവായൂരപ്പ, ഈ ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ ആ ഗുരുവായൂരിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടെ പോയി നടക്കിയിരുന്ന് ചെല്ലണ പോലെ, ആ നടക്കെ ഭട്ടേരിപ്പാട് ഇരിക്കണ പോലെ ഇരിക്കണ ആ സ്ഥലത്ത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും. അവിടെ പോയി ഇരിക്കാന്ന് ഭാവന ചെയ്തും കൊണ്ട് എന്നിട്ട് ആ ഗുരുവായൂരപ്പന്റെ രൂപം, അതായത് വൈകുണ്ഠമൂർത്തിയുടെ രൂപം എങ്ങനെയാ? പ്രത്യഗ്രധാരാധര ലളിത, നല്ല കാർമേഘത്തിന്റെ നിറം അല്ലെ, അതുപോലെ അത്രയും കായാമ്പൂവിന്റെ നിറം എന്നൊക്കെ പറയും. അതിലിങ്ങനെ നല്ല നീല നിറത്തിലെ കറുത്ത നിറന്നോ അല്ലെങ്കിൽ നല്ല നീല നിറവും അങ്ങനെയുള്ള അതുപോലെ കായാമ്പൂവിന്റെ പൂക്കളെല്ലാം കൂടി പ്രകാശിച്ച് നമ്മള് അഗ്രേവശ്യാമിയില് പറയുമ്പോ ആ തേജോ നിബിഡതരകളായ വലിയ ലോഭനീയം എന്നുള്ളത് നമ്മളെ 100ാമത്തെ ദശകത്തിൽ പറയുന്നത്. ഇവിടെ നോക്കൂ, അതേപോലെ തന്നെ പ്രത്യഗ്ര നല്ല കാർമേഘത്തിന്റെ നിറം ലളിത കളായാവലി കേളികാരം, അതിങ്ങനെ ലസിച്ചും കൊണ്ടിരിക്കുക ഭഗവാന്റെ രൂപം. അത്രയും അവിടെ ഇങ്ങനെ എന്താ പറഞ്ഞ, അത്രയും ഒരു വണ്ടൊക്കെ ഓടി നടക്കണ പോലെ അത്ര ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് ഞാൻ മുമ്പിൽ കാണുന്നത് ഗുരുവായൂരപ്പന്റെ. അവളി കേളികാരം ലാവണ്യസ്യ ഏകസാരം, ആ ലാവണ്യത്തിന്റെ ആ സൗന്ദര്യത്തിന്റെ തികഞ്ഞത്, എല്ലാത്തിന്റെയും സത്ത് എന്ന് പറയില്ലേ, അത് തികഞ്ഞത്. ലാവണ്യസ്യ ഏകസാരം. ഇനിയോ സുകൃതി ജനദൃശാം, സുകൃതികൾക്ക് മാത്രമേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതാണ് വീണ്ടും നാരായണീയം കയ്യിലെടുക്കണമെങ്കിൽ സുഹൃതം വേണം, അല്ലെങ്കിൽ സാധിക്കില്ല. നാരായണീയം കൈകൊണ്ട് തൊടണമെങ്കിലോ നമ്മളൊരു ശ്ലോകം വായിക്കണമെങ്കിലോ എത്രയോ ജന്മത്തെ പുണ്യം വേണം. സുകൃതി ജനദൃശാം, അങ്ങനെയുള്ള പൂർണ്ണ പുണ്യാവതാരം, പൂർണ്ണ പുണ്യാവതാരാണ് ഭഗവാൻ. ആ പൂർണ്ണ പുണ്യാവതാരം മാത്രല്ല, ലക്ഷ്മീ നിശങ്കലീലാ നിലയനം, ലക്ഷ്മീ ദേവി ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ കൂടെ. അപ്പൊ എവിടെയാ ലക്ഷ്മി ദേവി? ലക്ഷ്മിയെ വിളിക്കണമെങ്കിൽ വേറെ എവിടെയും പോണ്ട, ഈ നാരായണനെ ഭജിച്ചാൽ മതി, ഈ ഗുരുവായൂരപ്പനെ ഭഗവാനെ ഭജിച്ചാൽ മതി. ലക്ഷ്മീ നിശങ്കലീലാ നിലയനം, ഒരു ശങ്കയില്ലാണ്ട് അവിടെ ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുക ലക്ഷ്മി. ഇനി അമൃതസ്യന്ത സന്തോഷം, അമൃതം ഇങ്ങനെ പൊഴിച്ചും കൊണ്ടിരിക്കുക, ഉള്ളിന്ന് ഇങ്ങനെ അമൃതം ഇങ്ങനെ വർഷിച്ചും കൊണ്ടിരിക്കുക ഈ രൂപത്തിൽ നിന്ന്. അപ്പൊ ഞാൻ ഭഗവാനെ സങ്കല്പിക്കുമ്പോ ആ ഒരു ഭാവം എനിക്ക് വന്നാലേ, ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ആ തേനിങ്ങനെ ഒഴുകണ പോലെ അത്രയും ഒരു ആനന്ദം എന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അമൃതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇനി മാത്രല്ല അകത്തോ സിഞ്ചൽ, അകത്ത് മുഴുവൻ ഒരു കുളിർമ, അകത്ത് സിഞ്ചൽ, അകത്ത് ഇങ്ങനെ തണുക്കുക എന്ന് പറയില്ലേ, ആ കുളിരേറ്റിട്ട് സിഞ്ചൽ സഞ്ചിന്തകാന, കണ്ട സഞ്ചിന്തകാനം, ശരിയായിട്ട് സച്ചിന്ത, ധ്യാനിച്ചിരിക്കുക എന്നൊക്കെ അർത്ഥം. സച്ചിന്ത ചെയ്യുക, അതാണ് സഞ്ചിന്തകാനം.
വപു. ആ അതായത് ശരിക്കും ധ്യാനിച്ചിരിക്കുമ്പോ ഈ ഭഗവാന്റെ രൂപത്തിനെ അനുകലയെ, ഇവിടെ അനു ചേർത്തക്ക, നിരന്തരമായിട്ട് ഞാൻ അതിനെ ഉപാസിക്കുക, അതിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, ഞാനിതാ ഭഗവാനെ ധ്യാനിക്കുക. അപ്പൊ ഈ ശ്ലോകം വായിക്കുമ്പോ ഓട്ടോമാറ്റിക് അർത്ഥം അറിയാതെ പോലും നമ്മൾ ധ്യാനിക്കുക ഭഗവാനെ. ആ ധ്യാനം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ ഭഗവാനെ ധ്യാനിക്കാനൊന്നും വേറെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുന്ന പോലെ നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ധ്യാനം ഓട്ടോമാറ്റിക്കായിട്ട് വരിക. ഈ ഭഗവാന്റെ രൂപം ഞാനിതാ ധ്യാനിച്ചുകൊണ്ടിരിക്കണു. ഹേ ഗുരുവായൂരപ്പ സഞ്ചിന്തഗാനം ബഭു അനുകലയെ. അതാണ് അരുതാകാരനാഥ. ചെല്ലാലെ എന്തു ചൊല്ലമ്മ. ഹരിശരണം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായ വലി കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീല നിലയനമൃതസ്യന്ത സന്തോകമന്ദ സിഞ്ച സഞ്ചിന്തകാനം ബപുരനുകലയേ മാരുതാകാരനാഥ. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഹരിശരണമ്മ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം കേട്ടോ. അമ്മ ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇന്ദിരാജി ഒന്ന് ചൊല്ലിക്കോളൂ ഈ 6th ശ്ലോകം. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഗേദവാഹ ഹരിശരണം. ഹരിശരണം. ഇപ്പൊ അമ്മ പഠിപ്പിച്ച ശ്ലോകം കേട്ടോ. തത്തേ പ്രത്യഗ്രധാരാധര. ഹേ പ്രത്യഗ്രധാരാധര ലളിതകളയാവലി കേളികാരം ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശ്യാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്ത സന്തോഹമന്ദ സെഞ്ചിന്തകാന വപുരനുകലയേ മാരുതാകാരനാഥ. ഹരിശരണം. ഹരിശരണ അമ്മ ലോഗിൻ ആയിട്ടുണ്ട് കേട്ടോ. സിഞ്ചത് സഞ്ചിന്തകാനാം എന്നാണ് കേട്ടോ. ഹരിശരണമ്മ. ഹരിശരണം. ഹരിശരണമ്മ. ആ ലോകം
നെറ്റ്വർക്ക് പോയോ എന്താ? ഇപ്പൊ കിട്ടുന്നുണ്ടോ ആ ഇപ്പൊ കേക്കാണ്ടോ? ഇപ്പൊ കേൾക്കാണ്ട് കാണാണ്ട്. ഓക്കെ, ഈ ശ്ലോകം ചെല്ലിയില്ലേ ഏഴാമത്തെ? ഇല്ല, ആറാമത്തെ നമ്മൾ കഴിഞ്ഞത്. ഓക്കെ, ഏഴാമത്തെ. അപ്പൊ കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട, അത് ചെല്ലി പറഞ്ഞു തന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ല അല്ലേ? ഇല്ല. ഇല്ല. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട. ഇനി ഗുരുവായൂരപ്പനോട് പറയാണ്, കഷ്ടാണ് അവിടുത്തെ സൃഷ്ടികളൊക്കെ. എന്തൊരു കഷ്ടം! നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ബഹുതര ഭവഖേദാവക. എത്രയോ ദുഃഖങ്ങള് ജീവന്മാര് മുഴുവനും ഇല്ലേ? ഓരോ പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം, ഒരു ദുഃഖം കഴിഞ്ഞാൽ അടുത്ത ദുഃഖം, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇതി ഏവം പൂർവം ആലോചിത എന്ന് ഞാൻ മുമ്പൊക്കെ വിചാരിച്ചിരുന്നു. ഗുരുവായൂരപ്പനോട് സംസാരിക്കുകയാണേ, ഞാൻ മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. എന്തൊരു കഷ്ട, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം തന്നെ, ഇങ്ങനെ എപ്പോഴും ദുരിതാണല്ലോ എന്നൊക്കെ മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു, പൂർവം ആലോചിത. പക്ഷെ ഇപ്പൊ ഞാൻ അഭിജാൻ ഇപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കണില്ല. കാരണം ഇങ്ങനൊരു ജന്മം, ഇപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. മുമ്പ് അങ്ങനെ വിചാരിച്ചിരുന്നു, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം തന്നെ, എന്തിനാ ഇങ്ങനെ ഈ കഷ്ടമായിട്ടുള്ള ജീവിതം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ? ജീവിതം കിട്ടിയില്ലായിരുന്നു വെച്ചെങ്കിൽ ഈ ജീവന്മാർക്ക് കഥം, എങ്ങനെയാണ് തവ കഥം വാ മധുരതരമിതം, ഇത്ര സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ ഈ രൂപം, ത്വദ്വപു അല്ലെ, മധുരതരമിതം ത്വദ്വപു, അവിടുത്തെ ഈ രൂപം, ഇത്ര സുന്ദരമായിട്ടുള്ള രൂപം, ചിത്രസാദ്രം, മനസ്സിനെ മുഴുവനും ആർദ്രമാക്കണത്, ചിത്തും രസവും എല്ലാം ചേർന്നിട്ടുള്ള ആ ഭഗവാന്റെ രൂപം ചിദ്രസം. അത് അത്രയും സുന്ദരമായിട്ടുള്ള ആ രൂപത്തിനെ നേത്രേ, കണ്ണുകൊണ്ടും, ശ്രോത്രേ, ചെവി കൊണ്ടും, പീത്തു. അപ്പൊ ഇങ്ങനെ ഭഗവത് കഥകൾ പറയുമ്പോ നമ്മൾ ചെവി കൊണ്ട് കുടിക്കുക അല്ലെ, വായ കൊണ്ട് മാത്രല്ല കുടിക്കുക, കണ്ണുകൊണ്ട് കുടിക്കുക. ഭഗവാന്റെ ഈ രൂപം നമ്മൾ മുമ്പിൽ കണ്ടു, ആ ഭഗവാന്റെ രൂപം കണ്ണുകൊണ്ടും കുടിക്കുക. പീത്തു ആ പരമരസ സുധാംബോധി പൂരേ രമേരൻ. കണ്ടോ, ഇങ്ങനെ ഒരു ജന്മം എനിക്ക് കിട്ടിയത് കൊണ്ടല്ലേ, ഇങ്ങനൊരു മനുഷ്യ ജന്മം ഈ ഭഗവാനെ ആശ്രയിക്കാവുന്ന രൂപം കിട്ടിയത് കൊണ്ടല്ലേ എനിക്കിത് സാധിക്കണത്. ഞാൻ വെറുതെ ആവലാതിയും പറഞ്ഞുകൊണ്ട് ഇരുന്നിച്ച് സാധിക്കോ? മുമ്പ് ഞാൻ അങ്ങനെ ആവലാതി പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ആ ഒരു ജന്മം കിട്ടിയത് കൊണ്ടാണ് ഇത്ര സുന്ദരമായിട്ടുള്ള ഭഗവാനെ ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്, എന്റെ ഗുരുവായൂരപ്പ. അപ്പൊ അതും നമ്മൾ ഭഗവാനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് തന്നെ ചെല്ലടതാ. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവക ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവ കഥം വ മധുരതരമിതം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംഭോധിപൂരേ രമേരൻ. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമചിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. നമ്രാണാം സന്നിധൽസേ സതതമപി പുരാ തൈഹി അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ. അപ്പൊ പുരസ്തൈരനഭ്യർത്ഥിതാൻ അപ്യർത്ഥാൻ, അങ്ങനെ ചെല്ലുകയാണ് നല്ലത്. ഇനി ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈ അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ. അങ്ങനെയൊക്കെ ചെല്ലുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പദം മുറിക്കുമ്പോ ശരിക്ക് പദം മുറിക്കണം, അല്ലെങ്കിൽ പദം മുറിക്കാണ്ട് അതേപോലെ ചെല്ലുക. അപ്പൊ ട്യൂണിനെക്കാട്ടും പ്രധാനം ആ വാക്കുകൾ വളരെ ശ്രദ്ധയായിട്ട് പറയാം. സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ, അങ്ങനെ പറയുമ്പോഴാണ് കൂടുതൽ നല്ലത്. ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ, ചെല്ലാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി, അതും അല്ലെങ്കിൽ പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ, അങ്ങനെ തന്നെ പറയണം ശരിക്കും, എപ്പോഴും കൂടുതൽ നല്ലത്. അതുകൊണ്ട് നമ്രാണാം സന്നിധൽസേ സതതമപി അവിടെ നിർത്തിക്കോളൂ. എന്നിട്ട് പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ, അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ ശരിക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ചെല്ലാൻ പറ്റും. പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം. അങ്ങനെ ചെല്ലുമ്പോ അതിലും നല്ലത് എനിക്ക് തോന്നിയത്
മുമ്പ് നമ്മൾ അങ്ങനെ ചെല്ലിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതൽ നല്ലത് പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതഃ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം നമ്രാണാം പുര. ഭഗവാനെ അവിടുത്തെ മുമ്പിൽ വന്നിങ്ങനെ നമസ്കരിക്കാൻ നിൽക്കുക. അങ്ങനെയുള്ളവർക്ക് നമ്രാണാം സതതം അഭി, എപ്പോഴും, അതായത് ഭഗവാന്റെ മുമ്പില് എവിടെയാണോ ഞാൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് എപ്പോഴും ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. സന്നിധത്തെ സതതം അഭി പുര. പിന്നെ മാത്രല്ല തൈ അനഭ്യർത്ഥിതാനഭി അർത്ഥൻ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കും. ആ ഭഗവാനോട് ചോദിക്കുമ്പോ ആ ചോദിച്ചത് മാത്രല്ല ഭഗവാൻ തരിക, അനഭ്യർത്ഥിതാനഭി, ചോദിക്കാത്തതും കൂടി ഭഗവാൻ തരും. അതായത് ചിലപ്പോ നമുക്ക് തരാണ്ടിരിക്കണത് അതുകൊണ്ടാണ്, നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ്. ഒരു കുഞ്ഞുവാണെങ്കിൽ ആ കുട്ടി ഉണ്ടായിട്ട് ഭഗവാനെ തന്നെ ശപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ഒരു കല്യാണം തന്നേന്ന് അദ്ദേഹത്തെ ശപിക്കാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയതിന് ശേഷമേ അദ്ദേഹം നമുക്ക് ഓരോ വരങ്ങൾ തരുള്ളൂ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മാറ്റി തരുള്ളൂ. അതാണ് ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ. ശരിക്കും നമ്മൾ പോലും ആവശ്യപ്പെടുന്നില്ല ഭഗവാനോട് ആ നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെ? നമ്മളെന്താ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ച് വേണം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ അത് നമുക്ക് ചോദിക്കാത്തതും കൂടി തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അതായത് നമ്മളെ മനസ്സിനെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന ആളാണ് ഭഗവാൻ. അതാണ് അനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ വിതരണം ചെയ്യും. മാത്രല്ല പരമാനന്ദ സാന്ദ്രം, പരമാനന്ദ കൂടി നമുക്ക് തരും. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ആഗ്രഹങ്ങൾ ചോദിച്ചു. പക്ഷെ ഒരു വര വരയ്ക്കണം എന്ന് പറയില്ലേ, കുറച്ച് കഴിയുമ്പോ എനിക്ക് ഒന്നും ചോദിക്കാനില്ലാത്തൊരവസ്ഥ വരണം. നമ്മൾ പലതും ചോദിച്ച് ഒന്നും ചോദിക്കാനില്ല, ഗുരുവായൂരപ്പനെ മതിയെന്ന് ചോദിക്കാറാവണം. അപ്പൊ തുടക്കത്തിൽ നമ്മളിങ്ങനെ പലതും ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ ചോദിക്കണേൽ കൂടെ ചോദിക്കാത്തതും കൂടി ഭഗവാൻ തരും. അതാണ് ഗുരുവായൂരപ്പന്റെ ആ ഒരു കാരുണ്യമൂർത്തി. തന്നെ തന്നെ തരുന്ന ആള്. നമ്മൾ ഒന്നും ചോദിക്കാണ്ടായ ഭഗവാനെ തന്നെ തരും. അതാണ് എത്ര നിശേഷലഭ്യോ, നിശേഷമായിട്ട് കിട്ടുന്ന ഒരു വസ്തു, നിരവധിക ഫല. അങ്ങനെയുള്ള എന്തെല്ലാം ഫലങ്ങൾ തരുന്ന പാരിജാതമാണ് ഹരേ, ഗുരുവായൂരപ്പ അവിടുന്ന്. അതായത് പാരിജാതം എന്ന് പറഞ്ഞാൽ ചോദിച്ചത് തരണത്. ഇതങ്ങനെയല്ല, നിരവധിക ധാരാളം ധാരാളം ഫലങ്ങൾ തരുന്ന പാരിജാതമായിട്ടുള്ള ഭഗവാനെ ഹരേ ത്വം, നീ ഇവിടെ ഉള്ളപ്പോ ക്ഷുദ്രം തം ശക്രവാടീതുമം, അല്ലെങ്കിൽ ഇന്ദ്രന്റെ ആ പാരിജാത വൃക്ഷം, ഇന്ദ്രന്റെ തോട്ടത്തിൽ ഒരു പാരിജാത വൃക്ഷമുണ്ട്, അത് ചോദിച്ചത് മാത്രമേ തരുള്ളൂ. ഇതങ്ങനെയല്ല, ഗുരുവായൂരപ്പൻ ചോദിക്കാത്ത വരം കൂടി തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയണ അതിനെ ക്ഷുദ്രമാണ് ഇന്ദ്രന്റെ തോട്ടത്തിലെ ആ പാരിജാത വൃക്ഷത്തിനെ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ അലഞ്ഞു നടക്കണേന് പകരം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക. നമ്മള് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല, എന്നാലും നമ്മൾ ചോദിക്കണം. നമുക്ക് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അധികം തന്നുകൊണ്ടേയിരിക്കും, ചോദിക്കാത്തതും തരും. അതാ ഇവിടെ പറയുന്നത്, ചോദിക്കാത്തതും തരും, ചോദിച്ചതും തരും, എല്ലാം തരും. അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ എന്തിനാ വേറെ വേറെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോണത്, അല്ലെങ്കിൽ പല ആൾക്കാരുടെ അടുത്ത് പോയി പലതും ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചക്രവാടി ദ്രുമം അഭിലഷതി, വ്യർത്ഥമാണ് അത്. വ്യർത്ഥമർത്തിവ്രജ അയം, വ്യർത്ഥമർത്തിവ്രജോയം നമ്രാണാം സന്നിധസ്തേ സതതമവിപുരസ്ഥൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാത്
ഈശ തേ അന്യേ, ഐശ്വര്യാദീശതന്യേ, ഈശതേ അന്യേ. അപ്പൊ ഐശ്വര്യാദീശതന്യേ ജഗതി പരജനെ സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം, സ്വാത്മനോപി ഈശ്വരസ്ത്വം. ത്വയി ഉച്ചൈരാരമന്തി, ത്വയി ഉച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതന സ്ഫീതഭാഗ്യ ത്വം ച ആത്മാരാമ ഏവ ഇതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. ഇവിടെ ഒരു നമസ്കാരാണ് ഭഗവാനെ. കാരുണ്യം കൊണ്ട് കാമം അന്യം ദദതി ഖലു പരേ. നമുക്ക് എന്തൊക്കെ അഭീഷ്ടം വേണോ അല്ലെ, എല്ലാ മറ്റുള്ള ഓരോ ദിക്കിൽ പോയി ഓരോന്ന് ആശ്രയിക്കുമ്പോൾ ഓരോ ഈശ്വരന്മാരുടെ അടുത്ത് പോയി ഓരോന്ന് കിട്ടും എന്ന് പറയും. സരസ്വതി പോയി വിദ്യ കിട്ടും, അല്ലെങ്കിൽ മറ്റേ വഴി ഇത് കിട്ടും അത് കിട്ടും. ഇതൊക്കെ നമ്മൾ ശരിക്കും ആ ബ്രഹ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ബ്രഹ്മസ്വരൂപനായിട്ട് ആ ഒരു ഈശ്വരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാം തരാവുന്ന ആളാണല്ലോ. ഇപ്പൊ ഒരു ദേവിയുടെ അടുത്ത് പോയാൽ എല്ലാം തരുന്ന ആളാണ്. അപ്പൊ ദേവിയെ നമ്മളെ പരബ്രഹ്മ സ്വരൂപമായിട്ട് ആ ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ എല്ലാം തരും. അല്ലാണ്ട് ഇന്നത് മാത്രം ഒരു ചെറിയ സാധനം മാത്രം തരുകയല്ല. അതുപോലെയാണ് നമ്മൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടി പല ദിക്കിലും അലഞ്ഞു നടക്കുന്നതിന് പകരം എല്ലാ അഭീഷ്ടം, അത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മാത്രമേ നേടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ പരിപൂർണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാലോ, അതായത് എന്റെ ഉള്ളിലിരിക്കണ ഹൃദയത്തിലിരിക്കണ ഈശ്വരനെ നമ്മൾ മുഴുവനും കൂടി ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ അതായത് ഞാൻ തന്നെയായിട്ട് അത് മാറുകയാണ്. ഞാൻ ഈശ്വരനെ തന്നെ എല്ലാറ്റിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈശ്വരനായിട്ട് മാറുക. അങ്ങനെ ഒരു അവസരമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അതാണ് ഇവിടെ അതായത് പലത്തിലും ആഗ്രഹിക്കുന്ന പകരം സ്വാത്മതത്വം വിശേഷം, ശരിക്കും ഈശ്വരനാണ് ഈ ഗുരുവായൂരപ്പൻ. നമ്മുടെ ഉള്ളിലിരിക്കണ ആ ഹൃദയത്തിലിരിക്കണ ഈശ്വരനാണ് ഇത്. അത് ശരിക്കും ആ ഈശ്വരൻ എന്നാ വിശേഷാൽ ഐശ്വര്യാദീശ ഈശ്വരി അന്യ. അതായത് ഓരോരോ ചെറിയ ആഗ്രഹങ്ങൾ ഈ ഭഗവാന്റെ ഐശ്വര്യം കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ഈശ്വരത്വം കൊണ്ട്, അതായത് ഗുരുവായൂരപ്പൻ ഈശ്വരനായതുകൊണ്ട് എന്ന് വെക്കോളും. ജഗതി പരജനെ സ്വാത്മനഃ അപി ഈശ്വരഃ. ശരിക്കും ഈ ലോകത്തിലെ എല്ലാവരുടെ കാര്യത്തിൽ നോക്കുമ്പോ അത് ശരിക്കും നമുക്ക് ഈ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവവും കൈ കിട്ടണതാ. നമ്മൾ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ശരിക്കും ആശ്രയിക്കണത്. പക്ഷെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഓരോരുത്തരെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. അതിന് പകരം പരിപൂർണമായിട്ട് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സ്വാത്മനഃ അപി ഈശ്വരഃ. കാരണം ഭഗവാന് എന്റെ ഉള്ളിലെ ആ ആത്മാവിന് കൂടിയും ഈശ്വരനാണ് ഭഗവാൻ. അതായത് ജീവാത്മാവിന് കൂടി പരമാത്മാവാണെന്ന് അർത്ഥം. ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞത് അതായത് ഞാനാകുന്ന ജീവൻ, അതിന് പോലും ശരിക്കും ആ പരമാത്മാവാണ് ഭഗവാൻ അല്ലെ. എല്ലാത്തിനും ചേർന്ന ആളാണ് ഭഗവാൻ. അപ്പൊ സ്വാത്മനഃ ഈശ്വര. ഇതൊക്കെ കൂടുതൽ പറയാനൊന്നും തിരുമേനി കൂടുതൽ പറഞ്ഞുതരും. എനിക്ക് ഇതിൽ കൂടുതൽ പറഞ്ഞുതരാനൊന്നും അറിഞ്ഞുകൂടാ. അതായത് ശരിക്കും ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ പ്രത്യക്ഷ സ്വരൂപ ബ്രഹ്മതത്വം എന്ന് പറഞ്ഞ ആ വസ്തു നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മറ്റേ കാര്യങ്ങളൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. അതായത് ഭാഗ്യം, നമ്മുടെ ഭാഗ്യം തികഞ്ഞ മതസ്ഫീത ഭാഗ്യം തികഞ്ഞവരത്വം ച ആത്മാരാമ. അവിടുന്ന് ആത്മാരാമനാണ്, ശരിക്കും ആത്മാരാമന. അതുകൊണ്ട് പരമാനന്ദം നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. ഇവിടെ ഒരു നമസ്കാരാണ് ആ ഭഗവാനെ. അങ്ങനെ എല്ലാം തികഞ്ഞ ഭഗവാനെ ഇവിടെ നമസ്കരിക്കുക. ഗുരുവായൂരപ്പൻ മുമ്പിലിരിക്കണമെന്നുള്ള വസ്തു ആ ഉറപ്പിച്ചും കൊണ്ട് ആ ബ്രഹ്മതത്വത്തിനെ നമ്മുടെ ഹൃദയത്തിലുള്ള ഭഗവാൻ ഒരു രൂപം കൊടുത്ത് മുമ്പിലിരിക്കുക. ഏത് രൂപം വേണോ, ചെറിയ ഉണ്ണിയുടെ രൂപമാണെങ്കിൽ അത് ആ ഉണ്ണി, ആ ഭഗവാൻ എല്ലാത്തിനും ഈശ്വരനാണ്, എനിക്കും ഈശ്വരനാണ്, എന്റെ ഹൃദയത്തിലിരിക്കണ ആ ജീവാത്മാവിനും ഈശ്വരനാണ്. എല്ലാം ചേർന്നിട്ടുള്ള ഭഗവാൻ കാരുണ്യം കൊണ്ടാണ് കാമമന്യം ദദതി ഖലുവരെ പരേ. ഗുരുവായൂരപ്പ വീണ്ടും സ്വാത്മത ത്വം വിശേഷാത്. വിശേഷം കൊണ്ട് സ്വാത്മതാണ് ശരിക്കും ഭഗവാൻ. അപ്പോ ഐശ്വര്യാധീശതന്യെ, ഐശ്വര്യം സ്വയം ഐശ്വര്യം തികഞ്ഞ ആളാണ് ഭഗവാൻ. ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം. അവിടുന്ന് എന്റെ ആത്മാവിന് പോലും ഈശ്വരനാണ്. അതുകൊണ്ട് ഈ ഉച്ചൈ ആരമന്തി, ഉറക്കെ സംസാരിക്കണം. അല്ലെങ്കിൽ അല്ല ആഹ്ലാദം കൊണ്ട്, സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ വീണ്ടും നമസ്കരിച്ചും കൊണ്ടിരിക്കണം. ഗുരുവായൂരപ്പ പ്രതിപദ മധുരേ ചേതന സ്ഫീത ഭാഗ്യം തികഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഭഗവാനെ നമസ്കരിക്കാനും കൂടി സാധിക്കണം. കാരണം ത്വംച ആത്മാരാമ ഏവം അതുല ഗുണഗണ, അതായത് ഗുണങ്ങൾ തികഞ്ഞ നിറഞ്ഞിരിക്കണത്.
അതിന് തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു ആനന്ദം, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആള്. അതായത് പറയാൻ പറ്റാത്ത ആനന്ദം, പറയാൻ പറ്റാത്ത ഗുണങ്ങള്, ഏറ്റവും കൂടുതൽ അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യ ത്വം ചാത്മാ രാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യ ത്വം ചാത്മാ രാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം വിമലം അഭി യശഃ യശോ നിസ്പൃഹൈഃ ച ഉപഗീതം നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി ന ക്വാപിതേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി. ഭഗവൻ എന്ന് വിളിക്കുന്നത് ഈ ഒരു സത്യത്തിനെയാണ്, ഈ ഒരു ബ്രഹ്മതത്വത്തിനെയാണ്, ഈ ഒരു ഗുരുവായൂരപ്പനെയാണ്. അതായത് ഐശ്വര്യം, ഐശ്വര്യം അതായത് ഭഗവാന്റെ ഐശ്വര്യം. ഈശ്വരൻ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരത്വന്നോ ഒക്കെ പറയാം. സ്വാമി, അതായത് ഏറ്റവും വലിയ ആള് അല്ലെ സ്വാമിയാണ് എന്നുള്ള ആ ഒരു ഭാവം, എല്ലാത്തിനെയും മേലിൽ നിൽക്കുന്ന വസ്തു, അതാണ് ഈ ഐശ്വര്യം. ശങ്കരാദീശ്വര വിനിയമനം, ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെ ഒക്കെ നിലനിർത്തണത്. നമ്മള് ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയ 98-ാം ദശകത്തിലൊക്കെ പറഞ്ഞു വെക്കണ ആ ഈശ്വരൻ എല്ലാം നിറഞ്ഞിരിക്കണ ഭഗവാനാണ്, നീയാണ്. ബ്രഹ്മതത്വമായിട്ടുള്ള ഗുരുവായൂരപ്പനാണ് ഓരോരുത്തരെയും ഓരോ ഈശ്വരന്മാര്. അതായത് പരമേശ്വരൻ താഴേന്നല്ല ഇതിന്റെ അർത്ഥം. ഇവിടെ ബ്രഹ്മതത്വത്തിലിരിക്കണ ഗുരുവായൂരപ്പനെ കുറിച്ചാ പറയണത്. അതുകൊണ്ട് ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെയൊക്കെ നിയമിക്കുന്നത് ഭഗവാനാണ്, ഈ ഗുരുവായൂരപ്പനാണെന്ന്. എന്നുവെച്ചാൽ ശങ്കരൻ ഗുരുവായൂരപ്പന്റെ താഴേന്നല്ല, മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് വേണം. വിശ്വതേജോഹരാണം, വിശ്വത്തിന്റെ മുഴുവൻ അതായത് എല്ലാത്തിന്റെയും തേജസ്സിനെ മുഴുവനും, വിശ്വത്തിന്റെ തേജസ്സിനെ മുഴുവൻ ഹരിക്കണ ആള്. തേജസ് സംഹാരി, എല്ലാ തേജസ്സിനെയും പിടിച്ച് താഴ്ത്താക്കണത്, എല്ലാവരുടെയും തേജസ്സിനെ താഴ്ത്തിയാക്കണത്. വീര്യം വിമലമഭി, ഏറ്റവും വിമലമായിട്ടത്, യശസ് നിറഞ്ഞത്, നിസ്പൃഹേശ്ച ഉപഗീതം, ഒന്നും വേണ്ടാത്ത ആൾക്കാര്, മഹർഷിമാര്, സാക്ഷാൽ നിസ്പൃഹന്മാര്, ഒരാഗ്രഹം ഇല്ലാത്തവര് മുഴുവനും ഭജിക്കുന്ന ആള്. അപ്പൊ ഇതെല്ലാം തികഞ്ഞ ആളാണ് ഈ ഗുരുവായൂരപ്പൻ. ഈ ഗുരുവായൂരപ്പൻ, അതായത് ഞാനിപ്പോ മഹാദേവനെ വിളിക്കുകയാണെങ്കിൽ മമ്മിയൂരപ്പന്റെ അടുത്ത് പോയിട്ട് പറയാനും ഈ ശ്ലോകം നല്ലതാ. ഈ ശ്ലോകം മമ്മിയൂരപ്പന്റെ അടുത്ത് പോയിട്ട് പറയാനും നല്ലതാ. മമ്മിയൂരപ്പൻ സാക്ഷാ പരബ്രഹ്മ സ്വരൂപം അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്റെ ഇഷ്ടപ്പെട്ട ഈശ്വരനെ കുറിച്ച് ഇപ്പൊ ഇവിടെ നമ്മൾ പരിപൂർണമായിട്ട് ഗുരുവായൂരപ്പനാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ കുറിച്ച് മാത്രം പറയാം. മറ്റുള്ള ഈശ്വരന്മാരൊന്നും അവരുടെയൊക്കെ തേജസ് കൊടുക്കുന്നതോ അവരെയൊക്കെ നിയമിക്കുന്നതോ ഒക്കെ എന്റെ ഈ ഉണ്ണിയാണ്, എന്റെ ഈ ഗുരുവായൂരപ്പനാണ്. അപ്പൊ അതുകൊണ്ട് നിസ്പൃഹേഷ്ട ഉപഗീതം, ഈ ഉണ്ണിയെ എല്ലാവരും ഒന്നും വേണ്ടാത്തവർ പോലും ഭജിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ കൂടെ അംഗാസംഗ, എല്ലാ സമയത്തും സദാ ശ്രീ ഉണ്ട്. സാക്ഷാൽ ലക്ഷ്മി ദേവി എപ്പോഴും കൂട്ടത്തിലുണ്ട്. എല്ലാ സമയത്തും ഭഗവാന്റെ അംഗാസംഗത്തിനോട് ചേർന്നിരിക്കുക ശ്രീ. സാക്ഷാൽ മഹാലക്ഷ്മി എപ്പോഴും കൂടിന്നിരിക്കും. അഖില വിത്ത് എല്ലാം അറിയുന്ന ആള്, അഖിലവിധ അതി നക്വാപിതേ സംഘവാർത്ത. അദ്ദേഹത്തിന് ഒരു സംഘത്വം, ഒന്നിനോടും ഒരു സംഘത്വം ഇല്ല, ഒരു അറ്റാച്ച്മെന്റ്, ഒരു ബന്ധവും ഇല്ലാത്ത ആള്. അതുകൊണ്ട് ദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയ, ഭഗവാനെ അവിടുത്താണ് ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ അവിടുന്നാണ്. ആ പേര് ഭഗവാൻ എന്ന് വിളിക്കണത്, ആ ശബ്ദത്തിന് ആശ്രയം നീ മാത്രമാണ്. നീ ഒന്നിനോടും ബന്ധമില്ല, നീ അതിസുന്ദരനാണ്. ലക്ഷ്മി ദേവി എപ്പോഴും നിന്റെ കൂടെ ഇരിക്കുന്നു. ഒന്നിനോടും ഒരു ബന്ധമില്ലാത്ത ആളാണ്. എല്ലാവർക്കും തേജസ് കൊടുക്കുന്ന ആളാണ്. എല്ലാവരുടെയും തേജസ് ഇല്ലാണ്ടാക്കുന്ന ആളുമാണ്. അപ്പൊ എല്ലാവരും നിയമിക്കുന്നതാണ്. അതായത് ഏറ്റവും സൂപ്പർലേറ്റീവ്, ഏറ്റവും മേലിരിക്കുന്ന ആള്. അപ്പൊ എന്ത് വേണം? ഗുരുവായൂരപ്പ. അവിടുത്തെ ആ ഭഗവാൻ എന്നുള്ള ശബ്ദത്തിന് ഭഗവാൻ ഈ ഗുരുവായൂരപ്പ മാത്രമേ ഉള്ളൂ.
അതായത് അതിന് അർഹതയുള്ളൂ, വേറെ ആർക്കും ഈ ഭഗവാൻ എന്ന് വിളിക്കാൻ അർഹതയില്ല. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖില വിദസിന ക്വാപി ദേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസ്തി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി നക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിശരണം. ഹരിശരണം. ഹരിശരണമ്മ. ഇനി അടുത്തതായി വന്നിട്ടുണ്ട് തിരുമേനിയുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ദശകത്തിന്റെ തത്വവിചാരത്തിനായിട്ട് നമ്മുടെ പൂജ്യ ഗുരു പ്രിയപ്പെട്ട തിരുമേനിയെ സ്വാഗതം ചെയ്യാം. ഹരിശരണം തിരുമേനി. ഹരിശരണം. 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 ഗുരുവായൂരപ്പ. ഒന്നാം ദശകം അമ്മ തുടങ്ങി അനേക സജ്ജനങ്ങളിൽ പങ്കെടുക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒന്നാം ദശകം ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നാരായണീയം അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ മൂലതത്വങ്ങൾ മനസ്സിലായി എന്ന് തന്നെ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. ഒരുപാട് വളരെ ശ്രദ്ധാപൂർവമാണ് ഒന്നാം ദശകം ആരംഭിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി എന്നൊരു ആപ്തവാക്യുണ്ട്. ആത്മസാക്ഷാത്കാരമാണത്രേ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. ആത്മീയതയിൽ തന്നെ അറിയുക, തന്നിലുള്ളതായ ആത്മസ്വരൂപത്തിനെ സാക്ഷാത്കരിച്ച് ആനന്ദിക്കുക. ഇതാണ് ലക്ഷ്യം മനുഷ്യജന്മത്തിന്റെ പ്രത്യേകിച്ച്. അതിനെ സൂചിപ്പിക്കുന്നതായ ദശകമാണ് ശരിക്കു പറഞ്ഞാൽ ഒന്നാം ദശകം. അതുപോലെ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിർഗുണ ബ്രഹ്മോപാസന ബുദ്ധിമുട്ടാണ് ഈ കലികാലത്ത്. ചഞ്ചല മനസ്സും അതുപോലെ പലതരത്തിലുള്ളതായ വികാരങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് നിർഗുണ ഉപാസന ബുദ്ധിമുട്ടാണെന്ന് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭാഗവതവും ശരിക്കു പറഞ്ഞാൽ സഗുണ ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സാക്ഷാത് ബ്രഹ്മം ഭഗവാനായിട്ട് അവതരിച്ചിരിക്കുകയാണ് അവിടെ. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വേദവ്യാസൻ പറഞ്ഞു വെച്ചത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന്. മറ്റതൊക്കെ അംശാവതാരങ്ങളാണ്. അംശാവതാരങ്ങൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. പരിപൂർണതമ അവതാരമായിട്ടുള്ളത്, അതായത് നിർഗുണ ബ്രഹ്മം പ്രകടമാകുന്നതായ സഗുണ ബ്രഹ്മമായിട്ട് ബ്രഹ്മതത്വം എന്നാണ് തത്താവത് ഭാതി. അപ്പൊ ബ്രഹ്മം പ്ലസ് തത്വം, ഇതും കൂടി നമുക്ക് നോക്കാം. തത്വം ബ്രഹ്മം, നീയും ബ്രഹ്മം തന്നെയാണ് എന്നാത്രേ ഗുരുവായൂരപ്പൻ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മതത്വത്തിനെ ഉണ്ടാക്കിയാലും വിരോധമില്ല. ഇവിടെ ആത്മസാക്ഷാത്കാരം, അതിനെന്ത് വേണം? ഉത്ബോധത്തില് അതിൽ നിന്നായിരിക്കണം പരമാനന്ദം. അതായത് ബോധത്തോടുകൂടി ജീവിക്കുക, അത് വളരെ പ്രധാനമാണ്. അല്ലാതെ ബുദ്ധിപരമായ വ്യവഹാരങ്ങളിൽ പെട്ടുകൊണ്ട് സംസാരത്തിൽ കിടന്ന് കളിച്ചാൽ ബോധത്തിൻ്റെതായ അനുഗ്രഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. ബുദ്ധിയെ തെളിയിപ്പിക്കുന്നത് പോലും, ബുദ്ധിക്ക് കഴിവ് കൊടുക്കുന്നത് പോലും ബോധമാണ്. അതാണ് ബോധത്തിലായിരിക്കണം നമ്മുടെ സ്ഥിരത.
ഐ ആം പ്യൂർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാം ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉത്ബോധത്തിന്റെ ഉണർവാണ് വേണ്ടത്. അത് മാത്രമല്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഉപാസന നിരുപാധികമായിരിക്കും. ഒരു ഉപാധികളുമില്ല അവിടെ. കാലദേശങ്ങള്, പ്രായവ്യത്യാസങ്ങള്, ജാതിമത വ്യത്യാസങ്ങള്, ഇതൊന്നും ഈശ്വരോപാസനയില് വരുന്നില്ല. വാസ്തവത്തില് ഈ ഒരു തത്വം അറിയില്ല. കലദേശാവധ്യഭ്യാം എന്ന് പറയുമ്പോൾ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഒന്നാം ശ്ലോകം തൊട്ട് ബ്രഹ്മത്തിനെ പരാമർശിച്ചുകൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ടാണ് നാരായണീയം തുടങ്ങുന്നത് തന്നെ. അപ്പൊ അത് തന്നെ മഹാവാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് തുടങ്ങിയിട്ടുള്ളതായ മഹാവാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് നാരായണീയം ആരംഭിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ നാരായണീയത്തിന്റെ ശരിയായ രൂപരേഖ ഒന്നാം ദശകത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഏവം ദുർലഭ്യവസ്തു നബി എന്ന് പറയുന്ന സമയത്ത് ഈശ്വരൻ അകലെയാണോ, അടുക്കാൻ സാധിക്കാത്ത വസ്തുവാണോ, സാക്ഷാത്കരിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ഗാന്ധിജി പറഞ്ഞതേ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. ഇഫ് ഐ എം ലിവിങ്, ഗോഡ് ഈസ് ദെയർ. ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കണു, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ തന്നെയാണത് അതിന് കാരണക്കാരൻ. അപ്പൊ ഈശ്വരനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ഈശ്വരന്റെ കടാക്ഷമാണ്. അത് ഒറ്റ വാക്കി ഒന്നേ ആലോചിക്കാനുള്ളൂ. അതുമാത്രമല്ല, നിരന്തരമായ അഭ്യാസം വേണ്ടി വരും. ഒരു ദിവസം കൊണ്ടൊന്നും ഈ മനസ്സിനെ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഗീതയില് അർജുനൻ പറയുന്നുണ്ട്, കാറ്റത്ത് പോകുന്ന മേഘമാലകളെ പോലെയോ ഒക്കെയാണ് മനസ്സ്. ചിന്തകളും വികാര വിചാരങ്ങളും നിറഞ്ഞിരിക്കുന്നതായ അന്ധകാര നിബിഡമായിരിക്കുന്ന മനസ്സാണ്. അപ്പൊ നിരന്തരമായ അഭ്യാസം, അതാണ് സ്ഥിരതരം മനസ്സാന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിത്യാഭ്യാസം തന്നെ വേണ്ടി വരും. അതെന്ത് ചെയ്യണം ചോദിച്ചാൽ അനുനിമിഷം ഭഗവത് സ്മരണ നിലനിർത്താനുള്ളതായ ശ്രമം ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. അതായത് ഈശ്വരനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കൊണ്ടു നടക്കുക എന്നർത്ഥം. അത് വളരെ പ്രധാനം. നിരന്തരമായിട്ടത് സ്ഥിരതര മനസ്സ എന്ന ആ നിരന്തര അഭ്യാസം വളരെ പ്രധാനമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ ഉപാസകന്റെ ചിന്ത, സ്വാർത്ഥത ലെവലേശം പാടില്ല. ഇന്നിപ്പോ ഞാനും അമ്മയോട് സംസാരിക്കുമ്പോ വിവേകാനന്ദ സ്വാമികളുടെ ഒരു കോട്ടിയും പറഞ്ഞു, ദോസ് ഹു ആർ ലിവിങ് ഫോർ അതേഴ്സ് ആർ റിയലി ലിവിങ്, ദോസ് ഹു ആർ ലിവിങ് ഫോർ ദംസെൽസ് ദേ ആർ ഡെഡ്, ഓൾമോസ്റ്റ് ഡെഡ്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു, വിശ്വ പീഡാപഹത്തി എന്ന് പറഞ്ഞാൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഇതായിരിക്കട്ടെ ഓരോ ഉപാസകരുടെയും ചിന്ത. ഞാൻ പറയാറുണ്ട്, ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത ഭാഗത്ത് ഒരു മഹാകുടിയനും വലത്ത് ഭാഗത്ത് ഒരു കൊലപാതകയും തസ്കരനും താമസിക്കുകയാണെങ്കിൽ ഇരിക്കുന്ന സമാധാനമുള്ളത്. സപ്താഹത്തിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചുമ പനിയൊക്കെ ആയാൽ എനിക്കവിടെ സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോ മറ്റുള്ളവരുടെ സ്വസ്ഥതയും കൂടി നമുക്ക് സ്വസ്ഥത തരുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരോപകാരപ്രിയരായിരിക്കുന്ന നമ്മളൊക്കെ പരസേവ ചെയ്യാനും തയ്യാറാവണം. ഒരുപാട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചു, വിശ്വപീഡാപകത്തിയാണ് ആത്മീയതയുടെ മറ്റൊരു സന്ദേശം. അതുപോലെ തന്നെയാണ് സഗുണ ഭക്തിയുടെ വിശേഷത. അതും എല്ലാ അവതാരങ്ങളും സകല അല്ലെ അംശങ്ങളാണ്, കലാവതാരങ്ങൾ അല്ലെ അംശാവതാരങ്ങളാണ്.
പൂർണ്ണമായിട്ട് നിഷ്കല പൂർണ്ണത നിൽക്കുന്നത് ശ്രീകൃഷ്ണാവതാരത്തിലോ ഗുരുവായൂരപ്പനിലുമാണ്. അപ്പൊ അതും നമ്മൾ അറിയേണ്ടതാണ്. ബാക്കിയൊക്കെ അംശാവതാരങ്ങളൊക്കെ ആയി പോവും. പൂർണ്ണത നിൽക്കുന്നത് കൃഷ്ണാവതാരത്തിലും ഗുരുവായൂരപ്പന്റെ കാര്യത്തിലുമാണ്. പൂർണ്ണമാണത്. പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണെന്ന് അർത്ഥം. അത് പൂർണ്ണ ഐശ്വര്യ സ്വരൂപനുമാണ് ഭഗവാൻ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വർണ്ണന, അതുപോലെ നിറം. നീലനിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നിറം. മേലോട്ട് നോക്കിയാലും കീഴോട്ട് നോക്കിയാലും, സമുദ്രത്തിലേക്ക് നോക്കിയാലും നീല, ആകാശം നോക്കിയാലും നീല. യോഗത്തിന്റെയും ത്യാഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമാണെന്ന് പറയുക നീല. അയ്യപ്പസ്വാമി പോലും നീലവസ്ത്രധാരിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പരമയോഗിയായതുകൊണ്ട് തന്നെ. അപ്പൊ അതൊക്കെയുണ്ട്. പിന്നെ പുണ്യാത്മാക്കളെ അനുഗ്രഹിക്കുക എന്നുള്ളത് ശ്രീ ഗുരുവായൂരപ്പന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ചോദിക്കൊന്നും വേണ്ട, നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക, നല്ലോണം ഉപാസിക്കുക, നല്ലോണം ഭഗവാനെ സ്മരിക്കുക, ഭഗവത് സാക്ഷിത്വത്തിനെ അംഗീകരിക്കുക. ഇന്നിപ്പോ ഞാനും അമ്മയും കൂടി വേറൊരു കാര്യം ചർച്ച ചെയ്യേണ്ടായി. ആർക്കും ഇങ്ങനെ പറയുമല്ലോ. ഇന്ന് കാണുന്നതായ പലതും ഇപ്പോ AI അതിന്റെ പ്രയോഗങ്ങളാണോ? എന്നപ്പോ ഒരു സന്യാസി പറഞ്ഞ പോലെ 1 കോടി വിഗ്രഹങ്ങൾ ഒന്ന് മാത്രം കുറവുള്ളതായ ഒരു സ്ഥലമുണ്ട് ഭാരതത്തില് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഏതോ ഒരു കൊടുങ്കാട്ടില് വിഗ്രഹങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് ഒരു നാഗസന്യാസി അത് വിസ്തരിക്കുന്നുണ്ട്. അപ്പോ ഒരു സംശയം അമ്മ പറയുകയാണ്, ഇത് AI-യുടെ വല്ലതും ആയിരിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, നിരുപദ്രവകരമായിട്ടുള്ളതായ ഈശ്വരീയമായ കാര്യങ്ങളെ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അതങ്ങോട്ട് വിശ്വസിക്കുക, തർക്കിക്കാൻ പോണ്ട. അതിൽ അപകടമൊന്നുമില്ല. ഇപ്പൊ ഗുരുവായൂർ ഭഗവാന്റെ കാര്യത്തിൽ പോയാൽ നമ്മളാരും ഭഗവാനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഉറപ്പുണ്ടാവണം നമുക്ക്, ഭഗവാൻ ഉണ്ടെന്നും നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മളിൽ വസിക്കുന്നുണ്ടെന്നും നമ്മുടെ ചുറ്റുപാടുണ്ടെന്നും നമ്മളെ കൊണ്ടു നടക്കുന്നുണ്ടെന്നും ഉള്ളതായ പൂർണ്ണ വിശ്വാസം വന്നു കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസമാണെന്നറിയോ. ഓരോ കാര്യത്തിലും കാണുന്നില്ല, നമ്മൾ അങ്ങോട്ട് കണ്ടില്ലെങ്കിലും അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഗുരുവായൂർ തൊഴാൻ പോകുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഗുരുവായൂർക്ക് വരുന്നു എന്നുള്ളതും ഞാൻ ഭഗവാനെ കാണാൻ വരുന്നു എന്നുള്ളതും ഭഗവാൻ അപ്പോഴേ എന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ശേഷമാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എല്ലാം അറിയാം. അതാണ്. അത് മാത്രല്ല, ജ്ഞാനാമൃതം കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം തരിക. സത്യ സാക്ഷാത്കാരം. ഉദാഹരണത്തിന് എടുത്തോളൂ, പട്ടരിപ്പാട്ടിനെ എടുത്തോളൂ. ഏതൊക്കെ ഭക്തന്മാര് ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ഭഗവാനെ സേവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പരമജ്ഞാനത്തിന്റെ അനുഭൂതിയും അനുഭവം വെച്ചുകൊണ്ട് മറ്റൊന്നിനോടും താല്പര്യമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ജീവിത രീതി അവര് കിട്ടിയിട്ടുണ്ട്. നമുക്കും വേണം അതൊക്കെ. അപ്പൊ അത് മാത്രമല്ല, കഷ്ടാതെ സൃഷ്ടിചേഷ്ട എന്നൊക്കെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പട്ടതിരിപ്പാട് സാധാരണ മനുഷ്യനെ പോലെ നമ്മളൊക്കെ പറയാറുണ്ട്, എന്തിനാ ഗുരുവായൂരപ്പ എന്നെ ഇങ്ങനെയിട്ട് പട്ടതിരിക്കണത്, എന്തിനാ ഈ കഷ്ടപ്പാടൊക്കെ എനിക്ക് തരുന്നത്. പിന്നൊരാൾ പറഞ്ഞ പോലെ, രോഗം വരും പക്ഷേ അസുഖം വരരുത് എന്ന് വെച്ചാൽ മനുഷ്യജന്മത്തിന്റെ കുറിച്ചുള്ള സുഖചിന്ത നമുക്കുണ്ടാവണം. അസുഖം എന്ന് പറയുന്നത് മാനസികമാണ്, രോഗം എന്നുള്ളത് ശാരീരികമാണ്. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് അസുഖം ഉണ്ടോ ചോദിച്ചാൽ ഒട്ടുമില്ല, സുഖമാണ്. രോഗമുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ സുഖം അസുഖം മനസ്സിന്റെ അവസ്ഥ പോലെ തന്നെ ഭഗവാൻ നമ്മളെ കാത്തു രക്ഷിക്കണു എന്നുള്ളതായ ഒരവസ്ഥ വന്നാൽ നമ്മുടെ ജന്മം ഭാഗ്യമാണ്.
അതാണ് ഹന്തഭാഗ്യം ജനാനം. ഇതില്ലായിരുന്നു വെച്ചാൽ ഇപ്പൊ എനിക്ക് കണ്ണ് കാണാം, ചെവി കേൾക്കാം, ശ്വാസം വലിക്കാം, രണ്ടു വാക്ക് സംസാരിക്കാം. ഇതൊക്കെ ആലോചിച്ചാൽ ഒരിക്കലും ശപിക്കപ്പെടേണ്ടതല്ല മനുഷ്യജന്മം. അനുഗ്രഹത്തിന്റെ വി ആർ ബ്ലസ്ഡ് എന്ന് പറഞ്ഞ ഒരാള്. എന്താ കാര്യം എന്ന് വെച്ചാൽ എവറിഥിങ് ഈസ് അവൈലബിൾ, ബട്ട് യു ആർ നോട്ട് അവൈലബിൾ. സ്വാമി തേജോവൻജി പറഞ്ഞ പോലെ ഗോഡ് ഈസ് ഓൾവേസ് അവൈലബിൾ, അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് അവൈലബിൾ ടു ഹിം. തേജോവൻജി പറഞ്ഞത് കറക്റ്റ് ആണ്. 24 hours ഭഗവാൻ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് സമയമില്ല. ഹി ഈസ് ഓൾവേസ് അവൈലബിൾ. ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ എന്നുള്ളത്. കാലദേശത്തിന് അതീതമായി നിൽക്കുന്ന ഭഗവാൻ സദാ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. അദ്ദേഹത്തിന് ഓർക്കാൻ സമയമില്ല, നാരായണ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സമയമില്ല, നാരായണൻ വായിക്കാൻ സമയമില്ല, സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇത് ആരുടെ കുഴപ്പമാണ്? ഭഗവാന്റെയാണോ? അതുപോലെ തന്നെയാണ് നല്ല വാക്കുപെട്ട ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, നിശേഷ ലഭ്യ. അതായത് ഇനി ഒന്നും കിട്ടാനില്ല, ഏറ്റവും നല്ല എല്ലാം തരുന്നു, ഒന്നും ഇനി ശേഷിക്കാനില്ല, നിശേഷം എല്ലാം ഭഗവാൻ തരും. നിശേഷ ലഭ്യ നല്ല വാക്കാണ്. വളരെ പ്രത്യേകിച്ച് നാരായണീയത്തെ കുറിച്ചുള്ളതായ ലേഖനങ്ങൾ പറയാറുണ്ട്. നാരായണീയത്തില് ഒരു കാലത്തും ഉപയോഗിക്കാത്ത പല നല്ല വാക്കുകളും ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അത്രേ. അതിന് മുമ്പ് ഒരു കവികൾ ഉപയോഗിക്കാത്തതൊക്കെ. കാരണം വ്യാസനാണത്. ഈ നിശ്ചയ ലഭ്യ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയൊന്നും കിട്ടാനില്ല. ഗുരുവായൂരപ്പനെ നമ്മള് ആശ്രയിച്ചാൽ പിന്നെ വേറെന്താ കിട്ടാനുള്ളത്? ഞാൻ പറയാറുണ്ട്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ആൾക്കാര്, എനിക്ക് ആരുമില്ല ഗുരുവായൂരപ്പ, അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? അവിടുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പ എന്ന് ആനന്ദമായിട്ട് പറയല്ലേ വേണ്ടത്? ആരും ഇല്ലാണ്ടിരിക്കുക നല്ലത്. ഭഗവാൻ മാത്രമായാലും മതി. കാരണം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക, അവര് കൂടെ ഉണ്ടാവും, ഇവര് കൂടെ ഉണ്ടാവും, അവര് നമ്മളെ സഹായിക്കും എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ അബദ്ധ. പലപ്പോഴും ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ തന്നെയുള്ളൂ, എൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്നുള്ള വസ്തുത. അത് എത്രയ്ക്ക് നേർച്ച തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ അത്രയ്ക്ക് നല്ലത്. മാത്രമല്ല, ഈ സ്വർഗത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. ഭഗവാൻ അതിനും വിശേഷപ്പെട്ട കൽപ്പവൃക്ഷം. മറ്റുള്ളവരൊക്കെ ചോദിച്ചതൊക്കെ കൊടുക്കും, പക്ഷെ ആത്മസാക്ഷാത്കാരത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഭഗവാനോട് ചേർക്കുക, അനുഗ്രഹം എന്ന് ഞാൻ പറയാറുണ്ട്. ഗ്രഹിക്കുക ഓരോരുത്തരെയും തുടർച്ചയായിട്ട് തന്നോട് ചേർത്ത് നിർത്തുക, തന്നിലേക്ക് ചേർത്ത് പിടിക്കുക. ഹനുമാനെ രാമൻ ആലിംഗനം ചെയ്ത കഥ പറയും, കുശേലനെ ഭഗവാൻ ആലിംഗനം ചെയ്ത കഥ പറയും. എന്താ ഇതിന്റെ അർത്ഥം? തന്നോട് ചേർത്ത് പിടിക്കുക. ഭാഗ്യവാന്മാര് എന്നേ പറയാൻ പറ്റുള്ളൂ. തന്നോട് കൂടിയുള്ളതായ ഐക്യമാകുന്ന മുക്തി ഭഗവാൻ കൊടുക്കും എന്ന് തന്നെയാണ് പട്ടേപാട് പറയുന്നത്. നമുക്ക് അത് എത്രയ്ക്കൊക്കെ അറിയാൻ സാധിക്കുന്നത് ശരിയാ. മറ്റവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരിക്കും. അതുപോലെ ശരിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായ വിശകലനത്തില് എല്ലാവരും സ്നേഹിക്കുന്നത് സ്വന്തം ചൈതന്യത്തിനെ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കുറച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതേസമയം അന്തര്യാമയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ആത്മചൈതന്യത്തിനെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്, അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിന് ഒന്ന് പഠിച്ചാൽ വിചാരിച്ച പോലെയാണോ കാര്യങ്ങളെല്ലാം നടന്നത്, അതോ അവിചാരിതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് കൂടുതലും എന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. അപ്രതീക്ഷിതമായി അവിചാരിതമായിട്ടുള്ള കാര്യങ്ങളാണ്
ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തരക്കേടൊന്നുമില്ല. എന്താണോ നമുക്ക് ഹിതമായത് അതായിരുന്നു അതൊക്കെ. പിന്നെ ഭാഗ്യവാന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭഗത്തിന്റെ, ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യങ്ങൾ മുഴുവൻ, അതാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് രാമകൃഷ്ണ പരമേശ്വരൊക്കെ അദ്ദേഹത്തിന്റെ കാലത്ത് ഈശ്വരികമായ നാടകം കാണാൻ പോയാൽ രംഗത്തെങ്ങാനും കൃഷ്ണവേഷമോ രാമവേഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സമാധി പോവുകയാണ്. ഞാൻ പറയും, കൃഷ്ണന്റെ ഗുരുവായൂരപ്പന് ഒരു ഫോട്ടോ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫോട്ടോ അല്ല എന്ന് വിചാരിക്കുക, അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് സംസാരിക്കുക. നമ്മളൊക്കെ കുറേശ്ശെ അഭ്യസിക്കുന്ന കാര്യമാണ് അതൊക്കെ. ഏറ്റവും കൂടുതൽ സംസാരിക്കുക സുഖം ഭഗവാന്റെ അടുത്താ. മറ്റവരൊക്കെ സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കേൾക്കാൻ അവർക്ക് വഴിയുണ്ടാവും, വിരോധം ഉണ്ടാവും, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവും. ഇതൊന്നുമില്ല, സുഖമായിട്ട് സംസാരിക്കാം. പഴയപാട് പറയാണ്, എനിക്കൊന്നും പറയാനില്ല ഗുരുവായൂരപ്പ, അസാധാരണമായിട്ടുള്ള ഗുണങ്ങൾ അവർത്തേക്കുള്ളത്. അതുകൊണ്ട് എനിക്കൊന്നേ തോന്നിയിട്ടുള്ളൂ, അവിടുത്തെ തിരുമുമ്പില് നമസ്കരിക്കുക, സമർപ്പിക്കുക, വേറൊന്നുമില്ല. ബ്രഹ്മസ്വരൂപനാണ് അവിടുന്ന്, പരബ്രഹ്മമാണ്, സഗുണ ബ്രഹ്മമാണ് അവിടുന്ന്. അതുകൊണ്ട് ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്യ ജ്ഞാനവൈരാഗ്യോ ശൈവ ഷണ്ണാംഭക ഇതീരിണ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്ന് തുടങ്ങിയിട്ടുള്ളതായ 6 കാര്യങ്ങളെയാണ് ഭഗങ്ങൾ എന്ന് പറയുക. ഇതൊക്കെ തികഞ്ഞത് ഭഗവാനാണ്. അതുകൊണ്ട് മറ്റുള്ളവരൊന്നും ഭഗവാന്മാരല്ല എന്നല്ല പറയുന്നത്. അതായത് പറയാറുണ്ട്, ദൈവം, ദേവത, ദേവൻ, ഇങ്ങനെ പലതുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ തലത്തിലാണ് കാണേണ്ടത്. ഇതൊക്കെ വിസ്തരിക്കാൻ ഇപ്പൊ സമയമില്ല. അതുകൊണ്ട് ഭഗവാനല്ല, ഭഗവത് ശബ്ദത്തിന് പൂർണ്ണ ഉദാഹരണം ഗുരുവായൂരപ്പൻ തന്നെയാണ്. ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. മുഖ്യാശ്രയോസി എന്നാ പറഞ്ഞേക്കുന്നത്. ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി, ആശ്രയാം അസി എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഭഗവത് ശബ്ദത്തിനെ നമ്മൾ ഉള്ളിലെടുക്കുന്ന സമയത്ത് ഭഗവത് സ്വരൂപം നമ്മുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നാൽ നല്ലതാണ്. ഇന്നിപ്പോ ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങളും ഇന്ന് തൊട്ട് നിശ്ചയിക്കേണ്ടതാണ്, സഗുണ പരബ്രഹ്മസ്വരൂപനും കാലദേശങ്ങൾ അതീതമായി നിന്ന് പ്രവർത്തിക്കുന്നതായ വേദസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പനായിരിക്കട്ടെ നമ്മുടെ ആശ്രയസ്ഥാനം, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ഗുരു, നമ്മുടെ സഖാവ്, സ്നേഹിതൻ എല്ലാം. അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത ദശകത്തിൽ പോകുമ്പോൾ മറ്റൊരു തരത്തില് സഗുണമായിരിക്കുന്ന ഭഗവാന്റെ സഗുണ ഉപാസനയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളതായ കാര്യങ്ങൾ പറയും. പിന്നെ തൊട്ട് നിശ്ചയം, ക്ലാസ് 1-ാം ദശകം തുടങ്ങുമ്പോൾ ഇന്ന് അങ്ങോട്ട് നിശ്ചയിക്കുക, ഇനി എനിക്കെല്ലാം ഗുരുവായൂരപ്പൻ തന്നെ, എനിക്കെല്ലാം നാരായണീയൻ തന്നെ, എന്നെ അവിടുന്ന് തന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരിശരണം, ഹരിശരണം, ഹരിശരണം. ഹരിശരണം, ഹരിശരണം തിരുമേനി മനസ്സുകൊണ്ട് നമിക്കുന്നു. ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ഈ ഒരു നാരായണീയം കയ്യിലെടുക്കാൻ, അതിലത്തെ ഒരു ശ്ലോകമെങ്കിലും വായിക്കാൻ അത്രയും ഭാഗ്യം, ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന്. അതുപോലെ തന്നെ നമുക്ക് തിരുമേനിയുടെ വാക്കുകൾ അത് എത്ര കേട്ടാലും അത് വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഉറപ്പാണ്, നമ്മൾ വേറെ ഒരു സത്സംഗത്തിൽ ഇരുന്നാലും ഇത്ര ഭംഗിയായിട്ട് നമുക്കത് കേൾക്കാനും ഭഗവാനെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കാനും അത് സാധിക്കില്ല എന്നുള്ളത്
എത്രയോ എന്താ പറയാ, അങ്ങനെ കേട്ട് കേട്ട് നമുക്ക് നമ്മൾ വിചാരിച്ചാൽ പോലും ഇനി നാരായണീയം നമുക്ക് വേണ്ടാന്ന് വെക്കാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും ഗുരുപാദങ്ങളില് നമസ്കരിക്കുകയാണ്. ഹരിശരണം. ഹരിശരണമ്മ, നമുക്ക് ആശ്രമ പ്രതിജ്ഞ ചൊല്ലാം. ഈശ്വര സേവയാകുന്ന ദിവ്യസങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. ദാനശീലത്തിലൂന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യാനുഭവികളുമാണ് ഞങ്ങൾ. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്ക് അനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ഓം തത്സത്. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മ വാ കായജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശരണം ഹരിശരണം ഹരിശരണം. 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 ഹരിശരണമ്മ, ഇപ്പോ നമ്മള് ആദ്യത്തെ ഉപാസന സത്സംഗം ഈ 2 ക്ലാസ്സോട് കൂടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ പുതിയതായിട്ട് ജോയിൻ ചെയ്തവര് അവര് ചൊല്ലി അയക്കാം. അടുത്ത ബുധനാഴ്ച ചൊവ്വാഴ്ച രാത്രിയാണ് നമ്മൾ അത് ക്ലോസ് ചെയ്യുക. അപ്പൊ അതിന്റെ മുന്നേ എല്ലാവരും തന്നെ അത് അയക്കണം. മുന്നേ അയച്ചിട്ടുള്ളവര് അവർക്ക് സംശയമൊക്കെ അമ്മ തീർത്തു കൊടുത്തതാണ്, കറക്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവരെ അയക്കണം എന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ശ്ലോകം, അതിലേതെങ്കിലും ഒരു വാക്കൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ശ്ലോകം ചൊല്ലി അയക്കാം. അതിലത്തെ സംശയം ചോദിക്കാം. അപ്പൊ അതിന് അമ്മ അത് നോക്കി അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇനി കഴിഞ്ഞ പ്രാവശ്യം പകുതി തൊട്ട് ജോയിൻ ചെയ്തവര് ഇപ്പൊ ആദ്യത്തെ ദശകം ചൊല്ലി അയച്ചിട്ടില്ലെങ്കിൽ അത് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം, ഇപ്പോ നമ്മള് തിന്മയുടെ തത്വവിചാരം ഒരു പ്രഭാഷണം കേട്ടു. അപ്പൊ അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ, നാരായണീയ മഹാത്മ്യത്തിന്റെ നമ്മളോട് പറയാറുണ്ട്. ഈ ശ്രീമദ് നാരായണീയ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗവതത്തിനൊക്കെ ഉള്ള പോലെ തന്നെ മഹാത്മ്യം ഉണ്ട് ഈ ഗ്രന്ഥത്തിന്. അത് നമ്മുടെ ആശ്രമത്തിൽ നിന്ന് അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് വാങ്ങിക്കാം. കൂടാണ്ട് എല്ലാ തിങ്കളാഴ്ചയും തിരുമേനി ആ ഒരു നാരായണീയ മഹാത്മ്യത്തിനെ കുറിച്ചുള്ള പ്രഭാഷണം, ആ ഒരു സത്സംഗമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാത്മ്യം കേട്ടിട്ട് ഇത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും. അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഭഗവത്ഗീത സത്സംഗവും ഉണ്ട്, തിങ്കളും ചൊവ്വയും. എല്ലാത്തിലും പങ്കെടുക്കുക, എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാവുക. എല്ലാവർക്കും ശുഭരാത്രി. ഹരിശരണം. ഹരിശരണം.